സങ്കീർത്തനം 49 7, 8 വാക്യങ്ങൾ. സങ്കീർത്തനം 49 7, 8. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. വളരെ അനുഗ്രഹീതമായ ഈ തിരുവെഴുത്തിനായി ദൈവത്തിന് സ്തോത്രം. ഇത് കോരഹ് പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളിൽ കോരഹ് പുത്രന്മാരാണ് ദാവീദ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുള്ളത്. വളരെ മനോഹരമാണ് അവരുടെ എഴുത്തുകൾ. എണ്ണം കൊണ്ട് ദാവീദിനൊപ്പം അവരുടെ കൃതികൾ വരുന്നില്ല എങ്കിലും അർത്ഥവത്തായ നിരവധി ചിന്തകൾ, ഗഹനമായ അർത്ഥം സ്ഫുരിക്കുന്ന ദൈവവചനത്തിലെ മാർമിക സത്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചിന്തകളാണ് ആ സങ്കീർത്തനങ്ങളിലുള്ളത്. അതിൽ ഇന്ന് ഏറെ പ്രസക്തമായിട്ടുള്ള നാം ഇന്നും ചർച്ച ചെയ്യേണ്ട ഒരു വചനമാണ് വായിച്ചിട്ടുള്ളത്. ഞാനതിൻ്റെ സാരാംശം അഥവാ ഉള്ളടക്കം ഒന്ന് ആവർത്തിക്കുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവന് വീണ്ടെടുപ്പ് വില അവന് വേണ്ടി ദൈവത്തിന് കൊടുക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല. ഇതൊരു പ്രഖ്യാപനമാണ്, ഇതൊരു വസ്തുതയാണ്. ഈ ശാസ്ത്രസംബന്ധിയായ വിഷയങ്ങൾ പഠിച്ചാൽ അതിൽ സിദ്ധാന്തമുണ്ട്, ലോ ഉണ്ട്, ഹൈപ്പോത്തസിസ് ഉണ്ട്. എന്താണ് ഈ സിദ്ധാന്തം? ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചത് ഈ സിദ്ധാന്തം ആത്യന്തികമാണെന്നാണ്. അങ്ങനെയാണ് ഇവല്യൂഷൻ തിയറി ഒക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, നിരീശ്വരന്മാരൊക്കെ പലപ്പോഴും അതാണ് ശരി എന്ന് പറയാറുണ്ട്. പക്ഷേ പരിണാമ അല്ലെങ്കിൽ ഇവല്യൂഷൻ, ലോ ഓഫ് ഇവല്യൂഷൻ എന്ന് പറയാതെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത് എന്തിനാ? സൃഷ്ടിയെക്കുറിച്ചുള്ള ശാസ്ത്ര നിഗമനങ്ങളിലെ ഏറ്റവും പ്രബലമായ വാദം. അതിൻ്റെ അർത്ഥം അത് തെളിയിച്ച് സ്ഥിരീകരിച്ചു എന്നിതുവരെ ഉറപ്പില്ല. നിഗമനങ്ങളിലൂടെ ശാസ്ത്രം കണ്ടെത്തിയ ഏറ്റവും വിശ്വസനീയം എന്ന് കരുതാവുന്ന, ചോദ്യം ചെയ്യപ്പെടാവുന്ന ഏറ്റവും ശക്തിമത്തായ ഒരാശയം. ഇനി ലോ എന്നൊന്നുണ്ട്. ലോ എന്ന് വെച്ചാൽ നിയമമാണ്, അതിന് മാറ്റം വരത്തില്ല. എക്സാമ്പിൾ, ദ ലോ ഓഫ് ഗ്രാവിറ്റി ന്യൂട്ടൻ്റെ തിയറിയാണ്. അത് മാറ്റാൻ പറ്റില്ല, അത് സിദ്ധാന്തമല്ല, സ്ഥിരീകരിക്കപ്പെട്ട് ഉറപ്പിച്ച വസ്തുതയാണ്. ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വസ്തുവകകളെ ആകർഷിക്കുന്നു. അതതിൻ്റെ ഒരു വിധത്തിലും ഖണ്ഡിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു സത്യമാണ്. ന്യൂട്ടൻ അത് കണ്ടെത്തുന്നില്ല എങ്കിൽ പോലും അതിന് മാറ്റമില്ല. ഇനി ഇവർ രണ്ടും ഇല്ലാത്തൊരു ഘട്ടമുണ്ടല്ലോ, സ്ഥിരീകരിക്കപ്പെട്ട ഒരു തിയറിയോ അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായൊരു സിദ്ധാന്തമോ അതുമല്ലെങ്കിൽ ഒരു ലോ അല്ലെങ്കിൽ നിയമമോ ഇല്ലാത്ത ഘട്ടത്തിൽ അന്വേഷകൻ ചെന്നെത്തുന്ന സങ്കല്പമാണ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഇവിടെ ഹൈപ്പോത്തസിസ് അല്ല, ഇത് ഈ പറയുന്ന ഭാഗം സിദ്ധാന്തവുമല്ല, ഇതും വസ്തുതയാണ്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനു വേണ്ടി ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ മനുഷ്യന് കഴിയില്ല. മനുഷ്യൻ്റെ ഒരസാധ്യതയാണ് ഈ കാണിക്കുന്നത്. അത് കേൾക്കുന്ന ആളുകൾക്ക് ചില ചോദ്യങ്ങൾ അകത്തും പുറത്തും വരാം. സാധാരണ ഞങ്ങൾ അഭിമുഖീകരിക്കുന്നൊരു ചോദ്യമാണ്, യേശുക്രിസ്തു ആർക്കാണ് വീണ്ടെടുപ്പ് വില കൊടുത്തത്? അത് ദൈവത്തിനാണെന്നാണ് ഉത്തരം. ദൈവത്തിനാണെങ്കിൽ
അതെങ്ങനെ ശരിയാകും? പിശാചിൻ്റെ പക്കലല്ലേ നമ്മൾ ആയിരുന്നില്ലേ? ഇത്തരം ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇത് നമ്മുടെ യൂത്ത് സെമിനാറുകളിലൊന്നും ഉരുത്തിരിയുന്ന ചോദ്യമല്ല. അല്ലാതെ നമ്മുടെ യൂത്തിൽ ഞാൻ പതിവായി കേൾക്കുന്ന കുട്ടികൾ ചോദിക്കുന്നൊരു ചോദ്യം ലവ് മാരേജ് ശരിയാണോ എന്നാണ്. അനേക വർഷങ്ങളായിട്ട് ഞാൻ അനവധി യൂത്ത് ക്യാമ്പുകളിൽ സന്ദർശിക്കാറുണ്ട്. അപ്പോഴൊക്കെ കേൾക്കുന്ന വലിയൊരു സംശയം. ഞാൻ പെനിയിലെ നമ്മുടെ തന്നെ ഒരു ക്യാമ്പിൽ അവസാനം പറഞ്ഞു, ഇത് ശരിയാണെന്ന് കെ എൻ ജോസഫ് അച്ഛൻ ഇരിക്കുക സ്റ്റേജിൽ, നമ്മൾ പേടിച്ച് വേണം മറുപടി പറയാൻ. അപ്പോൾ ഇത് ഞാൻ ശരിയാണെന്ന് പറയുന്നത് വരെ നിങ്ങൾ ഈ ചോദ്യം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും. എല്ലാ വർഷവും ഈ ചോദ്യം. എന്തായാലും പൊതുവിൽ കേൾക്കുന്ന ചോദ്യം അതല്ലായിരുന്നില്ല, മറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യമാണ്. ഇതിൻ്റെ കാര്യകാരണങ്ങൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. സന്തോഷമല്ലേ? ഞാനിങ്ങനെ ശാന്തമായി സംസാരിക്കുന്നതിൽ വിരോധമുണ്ടോ? വിരോധമില്ല. ഇല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊരു ഉണർവ്യൂഹം പോലെ ആക്കാനായി ചോദിച്ചേ. പ്രിയമുള്ളവരെ, വീണ്ടെടുപ്പില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയണം? വേണ്ട, എല്ലാവർക്കും ഇത് മനസ്സിലാകട്ടെ, അതിനു വേണ്ടിയാണ്. വീണ്ടെടുപ്പില്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്നതായ അതാണൊരു പ്രസംഗത്തിൻ്റെ ശൈലി. ഞാനും അങ്ങനെയൊക്കെയാണ് പ്രസംഗിക്കുന്നത്. പക്ഷേ കാര്യം ഗ്രഹിക്കണമെങ്കിൽ ഇതൊന്ന് വിശദീകരിക്കണം. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പോൾ എല്ലാവരും സഹകരിക്കണം, ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണം. ആരും ഉറങ്ങരുത്. ഒന്നാമത് നമ്മുടെ യോഗമൊക്കെ കഴിഞ്ഞിട്ട്, കോവിഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കൂടിയതാണ്. ആളുകൾ എന്നോട് പറയാറുണ്ട്, ജനങ്ങൾ ഇരുന്ന് ഉറങ്ങുമ്പോൾ അവരെയൊക്കെ ഒരു ഉന്മേഷം വരാൻ വേണ്ടി അവരെ കൊണ്ടൊരു ഹല്ലേലൂയൊക്കെ പറയിപ്പിക്കണം. ഞാൻ പറഞ്ഞു, അത് വേണ്ട, ബോധമുള്ളവനുണ്ടല്ലോ ഹല്ലേലൂയ പറയാൻ. ഉറങ്ങുന്നവൻ ഹല്ലേലൂയ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതൊക്കെ നമ്മുടെ ആൾക്ക് പറ്റിപ്പോയി. ഉറങ്ങേണ്ടവൻ പറയേണ്ടതാണോ ഹല്ലേലൂയ? പ്രസംഗം നിർത്താൻ വേണ്ടി അർത്ഥം വെച്ചൊരു ഹല്ലേലൂയ, മറ്റൊരാൾ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനർത്ഥം വെച്ചൊരു ഹല്ലേലൂയ, ഉറക്കം വരുമ്പോൾ ഒരു ഹല്ലേലൂയ, ഇങ്ങനെ അതിനുള്ളതാണോ? വാക്ക് വിശേഷിച്ച് ആരാധന സംബന്ധിയായ പദങ്ങളും കാര്യങ്ങളും അളന്ന് തൂക്കി കുറിച്ച് പറയേണ്ടതാണ്. അർത്ഥവത്താണ് അതല്ലേ? സ്തോത്രം. അപ്പം ഇനി എന്താണ് ഈ വചനത്തിൻ്റെ ഉള്ളടക്കം? അതിൽ അന്തർലീനമായ കാര്യം എന്താണ്? പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച മനുഷ്യൻ ഒരിക്കലും മരിക്കരുത് എന്നതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ആദം മരിക്കാൻ പാടില്ല, ഹവ്വ മരിക്കാൻ പാടില്ല. അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി മുഴുവൻ നിറയണം. ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. മാത്രമല്ല, അവിടെ നിന്ന് വൃക്ഷഫലങ്ങളുണ്ട്. അറിവിൻ്റെ വൃക്ഷഫലം, ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം. ഇതുമൊക്കെ കാണാൻ വച്ചതുമല്ല, മനുഷ്യന് കൊടുക്കാൻ തന്നെ വച്ചതാണ്. പക്ഷെ അതിന് സമയമുണ്ട്. അതുകൊണ്ടാണ് ഏദനിൽ നിഷേധിച്ചത് വെളിപ്പാടിൽ നമുക്ക് തരുന്നത്, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അതിന് ഘട്ടങ്ങളുണ്ട്. എന്നേക്കും ജീവിച്ചിരിക്കുക. വിശുദ്ധ തിരുവെഴുത്തിൽ ആദമിൻ്റെ പ്രായം പറയുന്നുണ്ട്. ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു, പിന്നെ അവൻ മരിച്ചു. വേറെ സംശയം വരുന്നു, ഈ ആദമിൻ്റെ 1 വയസ്സ് എന്നാണ് 1 വയസ്സ്. ആദം എന്ന കുഞ്ഞിനെ കയ്യിൽ കിട്ടി, ഈ ഓമനത്തിങ്കൽ കീടാവൂ എന്നൊക്കെ പാടുമല്ലോ, ആ പ്രായം എന്നായിരുന്നു. അങ്ങനെ ഒരു പ്രായം കാണുന്നില്ല, ഒരു വിധത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. 2 വയസ്സ്, 5 വയസ്സ്, ഇതൊന്നും കാണുന്നില്ല. 15 വയസ്സ്, ഇതൊന്നും കാണുന്നില്ല. നമ്മൾ പരിചയപ്പെടുന്ന ആദമും ഹവ്വയും നല്ല യൗവനക്കാരാണ്. നമ്മുടെ കേരളത്തിലൊരു വിവാഹപ്രായത്തിൻ്റെ ഒരു ശരാശരിയൊക്കെ വെച്ചൊരു 28 വയസ്സ് ആദമിനും, അതിൻ്റെ 25 മുതൽ 28 വയസ്സ് ആദമിനും, ഒരു 22, 23 വയസ്സും നമ്മുടെ വീക്ഷണത്തിൽ ഹവ്വയ്ക്ക് കണ്ടേക്കാം. ഇവർക്ക് എന്നാൽ 1 വയസ്സ് കൂട്ടുക, അത്രയും കാണുന്നു അവരെ. അപ്പോൾ ഈ ഉൽപ്പത്തിയിൽ പറയുക, ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു, പിന്നെ അവൻ മരിച്ചു. അപ്പോൾ അത് തുടങ്ങുന്നത് എവിടെ നിന്നെന്ന് ഞാൻ പറയാം. വാസ്തവത്തിൽ പാപം ചെയ്യാത്ത മനുഷ്യന് പ്രായമില്ല എന്നാദ്യം പഠിക്കണം. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആദം പാപം ചെയ്തിരുന്നില്ലെങ്കിൽ ആദമിന് 1 വയസ്സുമില്ല.
കാരണം ആദം ജീവിച്ചിരുന്നത് സമയം ബാധകമല്ലാത്ത ഒരു ലോകത്താണ്. നമുക്കിന്ന് സ്പേസ് ആൻഡ് ടൈം ബാധകമാണ്. സമയവും അതുപോലെ തന്നെ സ്ഥലവും നമുക്ക് ബാധകമാണ്. അതുകൊണ്ട് നമ്മുടെ മുഖം ചുളിയുന്നു, തല നരയ്ക്കുന്നു, കണ്ണുകളുടെ കാഴ്ച കുറയുന്നു. അങ്ങനെ കുറഞ്ഞ് സ്ഥലവും കാലവും നമ്മെ ബാധിക്കുന്നു. ഉഷ്ണമേഖലാ പ്രദേശത്ത് വസിക്കുന്നവർ, ശൈത്യമേഖലയിൽ വസിക്കുന്നവർ, അതിനനുസൃതമായി ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ ആദമിന് കാറ്റ് ബാധിക്കില്ല, കടലിരമ്പം ബാധിക്കില്ല, ആദമിന് രോഗങ്ങൾ ബാധിക്കില്ല, ആദമിന് വിശക്കാറില്ല. എന്നും ഉന്മേഷമുള്ള ഒരു ശരീരം, ഷുഗറും പ്രഷറും ഒന്നുമില്ലാത്തൊരു ശരീരം. മനുഷ്യൻ മരിക്കാനൊരു രോഗം വേണമല്ലോ. 99 വയസ്സുള്ളൊരു അപ്പച്ചൻ മരിച്ചു, പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല. നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റിന് ചെയ്യുന്നു, എന്തായിരുന്നു അപ്പച്ചൻ്റെ രോഗം? രോഗമൊന്നുമില്ല എന്നെഴുതിയാൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരില്ല. കാരണം രോഗം കൂടിയേ മരിക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു രോഗം ഒടുക്കൻ രോഗമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടറും, കുഴപ്പമൊന്നുമില്ലാത്ത കേസാണെങ്കിൽ ഡോക്ടറും നമ്മളുടെ കൂടി ഒരു രോഗം പറഞ്ഞത് എഴുതി വെക്കണം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. മരിക്കുന്നതിനേക്കാൾ പാടാ ഈ മരണ സർട്ടിഫിക്കറ്റ് കിട്ടാനെന്ന് അനുഭവിച്ചവർക്കറിയാം, വീട്ടിലാരെങ്കിലും. അപ്പോൾ നാച്ചുറൽ ഡെത്തൊന്നൊന്നില്ല, രോഗം വേണം. എന്തെങ്കിലും രോഗം, ശ്വാസം മുട്ടിയെന്നോ പനി ബാധിച്ചെന്നോ എന്തെങ്കിലും രോഗം. രോഗം ബാധിക്കാത്ത ശരീരമുള്ള ആദമിന് മരിക്കാനാവില്ല. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപപങ്കിലമായ ആ ജീവിതം ആരംഭിക്കും മുമ്പുള്ള മനുഷ്യന് പ്രായം ബാധിക്കില്ല, രോഗം ബാധിക്കില്ല, കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടില്ല, ഓർമ്മശക്തി നഷ്ടപ്പെടില്ല. അവൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി ദൂതഗണങ്ങൾ കണ്ട് അത്ഭുതപ്പെടുന്നൊരു പ്രതിഭാസമായി മനുഷ്യകുലം എന്നേക്കും നിലനിൽക്കാൻ ദൈവം ആഗ്രഹിച്ചു. പക്ഷെ ദൈവം ഒരിക്കലും മനുഷ്യനെ യന്ത്രം കണക്കല്ല സൃഷ്ടിച്ചത്. ഫ്രീ വിൽ, സ്വതന്ത്ര ഇച്ഛ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. അത് അവൻ ദുരുപയോഗം ചെയ്തു, മനുഷ്യൻ പാപിയായി. ഒരു പഴം പറിച്ചു തിന്നതിനാണോ ദൈവം ഇത്ര കോപിഷ്ഠനായത് എന്ന് ചിലർ ചോദിക്കും. പഴം പറിച്ചു തിന്നല്ല പ്രശ്നം, ലംഘനമാണ് പ്രശ്നം. ലംഘനം പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ്? ആ ലംഘനം പ്രശ്നമായത് കോപം നിമിത്തമല്ല, സ്വാഭാവികമായി അതിൻ്റെ പരിണിത ഫലമതാണ്. നിങ്ങൾ ഇലക്ട്രിസിറ്റി ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ശരീരത്ത് പ്രവഹിക്കത്തക്ക വിധത്തിൽ ആ ചെമ്പ് കമ്പികളോട് ചേർന്നോ അല്ലെങ്കിൽ അത്തരം ഉപകരണങ്ങളോട് ചേർന്നോ കൈ സ്പർശിച്ചാൽ സ്വാഭാവികമാണ് ഒരുപക്ഷെ അത് നിങ്ങളെ എടുത്തെറിയും, അല്ലെങ്കിൽ അതോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് അത് ഏത് തരത്തിലുള്ള വൈദ്യുതിയാണ് എന്നതിനെ ആസ്പദമാക്കി നിങ്ങൾ അതിൻ്റെ തിക്താനുഭവം അനുഭവിക്കുന്നത്, അതിനോട് വിധേയരാകുന്നത് അതിൻ്റെ സ്വാഭാവിക പരിണിതിയാണ്. അപ്പോൾ ലംഘനം സംഭവിച്ചപ്പോൾ ആ ലംഘനത്താൽ സ്വാഭാവികമായി തേജസ് മങ്ങി, സ്വാഭാവികമായി സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു. സകലത്തിനും മേലധികാരിയായി സൃഷ്ടികളുടെ മീതെ വാഴാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മനുഷ്യൻ അന്ന് ഭൂമിയിൽ ഉഴന്നു വലയുന്ന മനുഷ്യനായി പണിയെടുക്കാൻ നിയോഗിതനായി. യജമാനൻ എന്ന പദവിയിൽ നിന്ന് അടിമയെന്ന പദത്തിലേക്ക് അവൻ താഴേക്കതപ്പതിച്ചു. അന്നു മുതൽ ആരംഭിച്ച മനുഷ്യചരിത്രത്തിൻ്റെ ദുര്യോഗം അവനെ ഈ പ്രവണതയിൽ നിന്നൊന്ന് മാറ്റി ഒരു പുതുലോകത്തിലേക്ക് വിക്ഷേപിക്കാൻ അവന് മരണം എന്ന ഒരു പ്രോസസ്സ്, ഒരു എന്താ പറയുക, ഒരു പദ്ധതി വെച്ചു. അതാണ് തിരുവെഴുത്തിൻ്റെ വീക്ഷണം. അപ്പം മരണം എന്താണ്? സത്യത്തിൽ ഈ ജീവിതം ഒന്ന് പുനരുദ്ധരിച്ചു പോകാനുള്ള ഒരു ജംഗ്ഷൻ. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും അവൻ മരണം വച്ചു, സകല മനുഷ്യർക്കും മരണം. ഞാൻ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു സഹോദരൻ പറയുന്നേ, ബൈബിളിലെ ദൈവം മഹാക്രൂരനാണ്, ഭയങ്കര ക്രൂരത. അമാലേക്യരെ കൊല്ലാൻ പറഞ്ഞു. അതുകൂടാതെ അമാലേക്യരെ മാത്രമല്ല, അവരുടെ സ്ത്രീജനങ്ങളെ കൊല്ലുക, അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുക, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ, ആടുമാടുകളെ, കഴുതകളെ, കാളകളെ ഒക്കെ കൊല്ലുക, പുരുഷന്മാരെ ഒക്കെ ഛേദിച്ച് കളയുക. എന്ത് തെറ്റ് ചെയ്തു ഈ കുഞ്ഞുങ്ങൾ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാദം, യേശുക്രിസ്തു ഇതൊന്നും ചെയ്തില്ല,
ആൾ ഡീസൻ്റാണ്. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം, പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഒരാളാണോ? ഉത്തരം പറയില്ല. കാരണം പേരിലെങ്കിലും ക്രൈസ്തവരാ. ആധുനികമായ ചിന്താധാരയും സങ്കല്പങ്ങളുമായി നിങ്ങളുടെ വീക്ഷണം കടന്നു പോകുന്നില്ല എങ്കിൽ ബൈബിളിനെ തള്ളിക്കളയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ചിലതരം ആളുകൾ മാറുന്നു. എന്നെ അമ്പരപ്പിച്ചൊരു കാര്യം, പുരോഹിതന്മാരുമൊക്കെ അതിൻ്റെ ഭാഗമാകുന്നു. ആധുനികമായ ഇത്തരം ചിന്തകൾ കൊണ്ട്, അവരുടെ വീക്ഷണഗതികൾ കൊണ്ട് ബൈബിളിനെ തള്ളിക്കളയുന്നു, ആ ചിന്തകളെ തള്ളിക്കളയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് രാജ്യാന്തര വേദികളിൽ ക്രൈസ്തവനെന്നറിയപ്പെടുക, അതിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിക്കുക, കാര്യത്തോടെടുക്കുമ്പോൾ ബൈബിളിനെ തള്ളുക, ഈ ഒരു പ്രവണത വർദ്ധിക്കുന്നു. എന്നോട് ചോദിക്കുക, ബൈബിളിലെ ദൈവം കരുണാമയനാണോ? ഞാൻ പറയും അതെ. നീതിമാനാണോ? അതെ. സത്യസന്ധനാണോ? അതെ. വിശ്വസ്തനാണോ? അതെ. സകല സൽഗുണങ്ങളുടെയും മൂർത്തിമത് ഭാവമാണ് തിരുവെഴുത്തിലെ ദൈവം. ആ ദൈവത്തിന് മാറ്റമില്ല ഒരിക്കലും. പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ മനുഷ്യനാണ്. ഇന്നും എന്നേക്കും അനന്യനായ നമ്മുടെ കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. അതിന് മാറ്റമില്ല. ദൈവത്തിനൊരിക്കലും മാറാൻ കഴിയില്ല. ദൈവം ആത്യന്തികനാണ്. ദൈവം പരമപ്രധാനിയാണ്. അപ്പോൾ എന്താണ് ഇതിലെ പ്രശ്നം? ഒരു കാര്യം മനസ്സിലാക്ക്, ദൈവം ഇന്നും കുഞ്ഞുങ്ങളെ കൊന്നിട്ടുണ്ടെന്നേ, മുതിർന്നവരെ കൊന്നിട്ടുണ്ട്, നല്ല മനുഷ്യരെ കൊന്നിട്ടുണ്ട്, നിഷ്കളങ്കരെ കൊന്നിട്ടുണ്ട്. RCCയിൽ മരിച്ചു വീണ കുഞ്ഞും ദൈവത്താലാണ് കൊല്ലപ്പെട്ടത്. ആരോടും ഒരു ഉപദ്രവവും ചെയ്യാത്ത കുഞ്ഞ്. എത്ര കുഞ്ഞുങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? ദൈവത്താൽ. എല്ലാ മരണവും ദൈവത്താലാണ്. പക്ഷെ ചിലത് സംഭവിക്കുന്നത് അതിനൊരു ഉടമയുണ്ട്. മരണാധികാരി സാത്താനായിരുന്നു. ആ മരണാധികാരിയെ യേശുക്രൂശിൽ തോൽപ്പിച്ചു. പക്ഷെ മരണം ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണ് ദൈവം ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് ക്രൂരതയല്ലേ? ഒരിക്കലും അല്ല. കാരണം മനുഷ്യൻ മരിക്കണം. അത് സ്വാഭാവികമായി മനുഷ്യജീവിതത്തിൻ്റെ വിധിയാണ് മരിക്കുക, അതിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ നേരത്തെ മരിക്കുന്നതോ കുഞ്ഞായിരിക്കെ മരിക്കുന്നതോ, ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളൂ, കുഞ്ഞാണ് മരിക്കുന്നതെങ്കിൽ മുതിർന്നവനേക്കാൾ ഉറപ്പാണ് അവൻ്റെ നിത്യത. കൊച്ചുകുട്ടിയുടെ നിത്യത ഉറപ്പാണ്. അപ്പോൾ അത് ഉറപ്പിച്ചു വച്ചിരിക്കുക. അപ്പോൾ മരണം ഒരവസാനമല്ല, ഈ ശരീരത്തിൻ്റെ വേർപിരിയലാണ്. നമ്മളിൽ നിന്ന് ശരീരം വേർപിരിഞ്ഞ് നശിക്കുന്നു. ആ ആൾ നശിച്ചിട്ടില്ല. ആ വ്യക്തിത്വമുണ്ട്, എപ്പോഴും എന്നുമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രത്യേകത, അവന് തുടക്കമുണ്ട്, ഒടുക്കമില്ല. മരണം ഒടുക്കമല്ല, മനുഷ്യന് ആരംഭമുണ്ട്, അവസാനമില്ല. മനുഷ്യൻ്റെ ആത്മാവ് നിത്യമാണതിന് മാറാൻ കഴിയില്ല. ആ ആത്മാവിന് പ്രവേശിക്കുവാൻ ഒരു പുതിയ ശരീരം ദൈവം ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇഹലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു നിശ്ചിത കാലയളവ് മാത്രമാണ്. അതിനുശേഷം ഈ കുഞ്ഞായിരുന്നാലും മുതിർന്നവരായിരുന്നാലും മറ്റൊരു ശരീരത്തിലേക്ക് ഈ ആത്മാവ് പ്രവേശിക്കണം. ദേഹിക്കും ആത്മാവിനും ഒരു തടസ്സവും വരുന്നില്ല. അതാണ് വ്യത്യാസം. ശരീരം നശിക്കും, അത് ഈ ഭൂമിയിലേക്കുള്ളതാണ്. പിന്നെ എന്തിനാണ് ദൈവം ഈ ശൗലിനോട് പറയുക, കിൽ അമാലക്കൈസ്, അമാലക്കരെ മുഴുവൻ സംഹരിക്കുക? നിങ്ങൾ ബൈബിൾ എടുക്കുക, അവിടെ എങ്ങും ഒരു മതപരമായ യുദ്ധമില്ല. നീ യഹോവയെ വിശ്വസിക്ക്, അല്ലെങ്കിൽ കൊല്ലും. നീ ഈ മതം സ്വീകരിച്ച് വരൂ, അല്ലെങ്കിൽ കൊല്ലും. ഇങ്ങനെ പറയുന്ന ഒരു വാദം നിങ്ങൾക്ക് ബൈബിളിൽ കാണാനാവില്ല. ബൈബിളിലെ യുദ്ധം പൊളിറ്റിക്കൽ വാറാണ്. രാഷ്ട്രതന്ത്രജ്ഞതയുടെ ഭാഗമായി രാജാക്കന്മാർ നടപ്പിലാക്കിയ യുദ്ധമാണ്. മനസ്സിലായി കാണും. ഞാനൊന്നുകൂടി ആവർത്തിക്കാം. ഇപ്പം നിങ്ങൾ പോലീസിലൊരു ഉദ്യോഗസ്ഥനെന്ന് വിചാരിക്കുക, അല്ലെ നമ്മുടെ ചർച്ചിലൊരു ബിലീവറുണ്ട്, അദ്ദേഹം പോലീസാണ്, അല്ലെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ സബ് ഇൻസ്പെക്ടറോ ക്രമസമാധാന ചുമതലയുള്ള ആളാണ്. ഇതാ തൊട്ടടുത്ത കലാലയത്തിൻ്റെ മുമ്പിൽ ഒരു സമരം നടക്കുന്നു. കുട്ടികൾ പിരിഞ്ഞു പോകുന്നില്ല, അത് ആപത്തുണ്ടാക്കുമെന്ന് കരുതുന്നു. ആ കുട്ടികളുടെ പക്കൽ മാരകായുധമുണ്ട്, അവർ വലിച്ചെറിയും, സ്ഫോടനമുണ്ടാകാം, സാധാരണ മനുഷ്യനും മരിക്കാം, അത്യാഹിതം സംഭവിക്കാം, വാഹനങ്ങൾക്കെത്താം എന്നൊക്കെ ഇൻ്റലിജൻസിന് അറിയിപ്പ് കിട്ടി. അപ്പോൾ ഓർഡർ വരും, ലാത്തി ചാർജ്.
വിശ്വാസി അടിച്ചേ പറ്റൂ. അല്ല ഇങ്ങനെ ഇതെന്താണെന്നറിയാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഈ ഭൂതം കയറുന്ന ഇടത്ത് ഈ മെയിൻ ആൾ വന്നില്ലെങ്കിൽ, ആ ആൾ ഇറക്കി വിടുന്ന മെയിൻ ആൾ വരുന്നില്ലെങ്കിൽ അതുവരെ നമ്മളെപ്പോൾ ഉള്ളവരൊക്കെ നിന്നുകൊണ്ട് ഇതിങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. ഇതെന്താണെന്നറിയാമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടെന്ന് നോക്കില്ല. ഈ ഭൂതം കുറച്ച് നേരം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും, പക്ഷേ പിള്ളേർ വലൻ്റാവും. അങ്ങനെയാണ്. ഇത്രയും മര്യാദ പോലും പിള്ളേർക്ക് അന്നേരം ഉണ്ടാവില്ല. ആ വയലൻ്റാവും. അടിച്ചേ പറ്റുള്ളൂ. പക്ഷേ ആ അടി ഒരു കാരണവശാലും ഈ വ്യക്തിക്ക്, ഈ അടിച്ച SIക്ക് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. സ്പിരിച്വലിയും ബാധിക്കില്ല, ലീഗലി ഒട്ടും ബാധിക്കില്ല. എന്താ കാര്യം? പോലീസ് ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിന് വേണ്ടിയാണ് പോലീസ് അടിച്ചത്. നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ള അടിയാണ്. മനസ്സിലായില്ലേ? കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഈ പയ്യനിട്ടൊന്ന് മുട്ടി. നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂടിയ അടി ഈ SIയുടെ കയ്യിലേക്ക്, നമ്മുടെ ആത്മീയരുടെ ഭാഷയിൽ പറഞ്ഞാൽ ശക്തി വ്യാപരിച്ചിട്ട് ഒരടി, അത് അവന് ഇത്രയും വേദന. നമ്മുടെ എല്ലാം കൂടെ അടിയാണ്. കാർഗിൽ മേഖലയിൽ ഒരു പടയാളി നിന്നുകൊണ്ട് പാകിസ്ഥാനി പടയാളിയുടെ നെഞ്ചിലേക്ക് നിറവഴിക്കുമ്പോൾ 110 കോടി മനുഷ്യർ ഒരുമിച്ചാണ് കാഞ്ചി വലിച്ചിരിക്കുന്നത്. അപ്പോൾ വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റിയെ പുള്ളിക്കുള്ളൂ. നമുക്കെല്ലാവർക്കുമുള്ള ഉത്തരവാദിത്വം. ഇതാണ് അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. എന്തിനാണ് ഈ പറഞ്ഞു വരുന്നത്? ഇതാ പറയുന്നത് പൊളിറ്റിക്കൽ വാർ. ബൈബിളിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞത് ദാവീദിനോടാണ്, രാജാവിൻ്റെ അടുത്ത. ജനസാമാന്യങ്ങളോടല്ല പറഞ്ഞത്. നിങ്ങൾ പോയി അടിക്കുക എന്ന് പറയുന്നത് ജനസാമാന്യങ്ങളോടല്ല, അവിടെ രാജാവിനോടാണ് പറഞ്ഞത് യുദ്ധം ചെയ്യാൻ. നിങ്ങൾ നാളെ ഭരണാധികാരിയായാൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടി വരും. അതുകൊണ്ടെന്താ? അതിൻ്റെ കാരണം എന്താ? ഒരു വലിയ തെറ്റിൽ നിന്ന്, വലിയൊരു ശാപത്തിൽ നിന്ന് ചിലരെ രക്ഷിക്കാൻ വേണ്ടി ചെറിയൊരു ആക്ഷൻ നിങ്ങൾ എടുത്തേ പറ്റൂ. ഇതാണ് സംഭവിക്കുന്നത്. അല്ലാതെ മതപരമായൊരു യുദ്ധം ഇതിനകത്തില്ല. ആക്രമിച്ച് പിടിക്കാൻ ഇതിൽ യാതൊരു കാര്യവും കാണുന്നില്ല. റിലീജിയസ് ആയിട്ടുള്ള ഒരു യുദ്ധമില്ല. പക്ഷേ ഇവർ റിലീജിയൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് ആ യുദ്ധങ്ങളിൽ ദൈവം ഇടപെടുന്നുണ്ട്. അത് വസ്തുതയാണ്. പിന്നെന്തിനാണ് ഈ കുഞ്ഞ്, മുതിർന്നവർ, സ്ത്രീകൾ ഇവരെല്ലാം കൂടെ കൊല്ലണമെന്ന് പറഞ്ഞ് മക്കൾ ഇവിടെ അടങ്ങിയിരുന്നേ? നേരെ ഇരുന്നോണം. അതും ഇതും കാണിച്ചിരിക്കരുത്. ഇങ്ങോട്ടിരുന്ന ഇനി എങ്ങാനും ഇവിടെ അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ നിൻ്റെ കല്യാണം ഞാൻ നടത്തിയിട്ടേ പോകും. നിങ്ങളോടും കൂടെ പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ ഈ വല്ലാതെ കുസൃതി കാണിക്കുന്നവർക്കുള്ള ശിക്ഷയാണ് കല്യാണം. മനസ്സിലായോ? എന്തിനാ കുഞ്ഞേ ഈ ജീവപര്യന്തം? പിടികിട്ടിയോ? ജീവപര്യന്തത്തെക്കാളൊക്കെ ഭയങ്കര അങ്ങേറ്റത്തെ ശിക്ഷ. ഇത് അനുഭവിക്കുന്നവർക്കേ എൻ്റെ അറിയത്തുള്ളൂ. നീ ചോദിച്ചു നോക്ക്. അതുകൊണ്ട് ഇനി ഇവിടെ തെറ്റിയെന്നവർക്കുള്ള ശിക്ഷ കല്യാണം. കേട്ടല്ലോ? ഇനി നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കി എനിക്ക് മനസ്സിലാകും കല്യാണം. എനിക്ക് മാത്രമല്ല, ഇവർക്കെല്ലാം മനസ്സിലാകും. നാണക്കേടാകും. ഇനി ശ്രദ്ധിച്ചിരിക്കും. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനൊക്കെ ഒരു സമയമുണ്ട്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അവരവിടെ ഇരുന്നോട്ടെ. ഈ പഴയ നിയമത്തിൽ കൊല്ലാൻ പറഞ്ഞതിൻ്റെ കാര്യമുണ്ടേ. ഈ അമാലേക്കരുടെ ആരാധന രീതിയിൽ ചില പ്രത്യേകതകളുണ്ട്. ഇവർ ഫെർട്ടിലിറ്റി കൾട്ട്, ഊർവരഥാ പൂജ. ചില വാക്കുകളുടെ ഈ മലയാളമാണ് ഇംഗ്ലീഷിനേക്കാൾ കട്ടി. ചില വാക്കുകൾ നമ്മൾ, ഉദാഹരണം കാറ് എന്ന പദത്തിൻ്റെ മലയാളം അറിയോ? കാറ് ചതുർചക്ര ധൃതഗമന യന്ത്രവൽകൃത നിയന്ത്രിത വാഹനം. അതിൽ നമ്മൾ വന്നിരിക്കുന്നു. സോപ്പ്, സായിപ്പ് വന്ന ശേഷം നമുക്ക് ഈ സോപ്പ് കിട്ടിയത് വേറെ കാര്യം. ഈ സോപ്പ് എന്നുള്ളതിൻ്റെ മലയാളം എന്താണെന്നറിയണ്ടേ? അത് ഇംഗ്ലീഷ് പദമാണ്. മാലിന്യ ദുരീകരണ പഥയുൽപാദന പിണ്ഡം. ഈ പെട്ടിക്കടയിൽ പോയി ചോദിച്ചാൽ അയാൾ അടിക്കും. ഒരിക്കലും സായിപ്പ് വന്നിട്ട് പറഞ്ഞു, ഐ ആം സ്റ്റാൻഡിങ് ഓൺ ദ പോയിന്റ്. നമ്മുടെ മലയാളി പരിഭാഷപ്പെടുത്തി, സായിപ്പ് ഇപ്പോൾ മുനയിലാണ് നിൽക്കുന്നത്. മുനയിൽ, പ്രിയമുള്ളവരെ, മുനയിൽ നിൽക്കുകയാണ് അദ്ദേഹം, പോയിന്റിലല്ലേ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഫെർട്ടിലിറ്റി കൾട്ട് പറയാം. ഇതൊരു തരം പ്രാകൃതമായ ആരാധനയാണ്. മനുഷ്യ ജനനേന്ദ്രിയങ്ങളെ പൂജിക്കുന്ന ഒരു പ്രവണത ഇന്ത്യയിലൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. മാത്രമല്ല, അനന്തരം സംഭവിക്കുന്ന അവരുടെ ആരാധനയുടെ ഭാഗമായി അധർമ്മ പ്രവൃത്തികൾ അമാലേക്കർ തുടർന്നു.
പരിണിത ഫലമായി അമാലേക്യരിൽ ഒട്ടേറെ രതിജന്യങ്ങളായ രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഈ രോഗങ്ങൾ വസിക്കുന്ന ശരീരത്തോടുകൂടെ കുട്ടികൾ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇത് സമൂഹത്തിൽ മുഴുവൻ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ അമാലേക്യരോട് കൂടരുത്. അമാലേക്യരോട് കൂടുക വഴി നിങ്ങളുടെ ഇടയിലൊക്കെ ഒരു ദുരന്തത്തെ കൊണ്ടുവരികയാണ്. അവർ നിങ്ങൾക്കിടയിൽ നിങ്ങളവരെ കണ്ടാൽ ഛേദിച്ചു കളയണം. ശൗലി എന്നു ഇയാൾ ഈ അവരുടെ കുറേ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ശൗലിനൊരു മനുഷ്യാവകാശ ബോധമൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇത് എന്തിനാ ഇങ്ങനെ കൊല്ലുന്നേ? കൂടെ വന്ന പടയാളികളോട് പറഞ്ഞു, ഈ സ്ത്രീകളെയൊക്കെ നിങ്ങൾ വീതിച്ചെടുക്കുക. അങ്ങനെ എടുത്തു. ആടുമാടുകളെ കാളകളെയൊക്കെ ധാരാളമായി കൊള്ളയടിച്ചു. കൊള്ളയടിച്ചതിലുകൊണ്ട് അയാൾ മോശമൊന്നും ചെയ്തില്ല. ഇതിൻ്റെ ഒരു വിഹിതം പാസ്റ്റർക്കും വെച്ചു. നമ്മൾ പിന്നെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ, അത് കരുതി മോശം സാധനമൊന്നുമല്ല വെച്ചത്. ഏറ്റവും കുറേ കാളകളെല്ലാം കൊണ്ട് കാണിക്ക വെച്ചു. ശമൂൽ വരുമ്പോൾ ശമൂലിൻ്റെ കാള ഇങ്ങനെ നോക്കി നിന്ന് മുക്കറയിടുകയാണ്. ശമൂൽ ചോദിച്ചു, ഞാൻ കേൾക്കുന്ന ഈ മുക്കറ എന്ത്? അച്ഛനുള്ളതാന്ന് പറഞ്ഞു, വീതവാ. എങ്ങനെ കിട്ടി? ആ നന്മ കിട്ടിയ വഴിയൊക്കെ പിന്നെ പറയാം, ഇതങ്ങോട്ട് കൈക്കൊണ്ടൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ശൗല് തല കുരിച്ച് നിൽക്കുക. ശമൂൽ പറഞ്ഞത് കയ്യിലിരിക്കട്ടെ. അങ്ങനെ ആളുകളുണ്ടായിരുന്നു. സ്തോത്രം. നമുക്ക് അഭിമാനിക്കാൻ ചിലരും ചരിത്രത്തിൽ എപ്പോഴും ഉണ്ട്. അത് കയ്യിരുന്നോട്ടെ. വൈകിട്ട് ആ മനുഷ്യൻ ഇരുന്ന് കരഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ അവനെ നീക്കി. അവൻ അനുസരിച്ചില്ല. ഞാൻ ദാവീദിനെ അതിന് പകരമാക്കി. ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അതിനപ്പുറത്തവൻ നല്ലൊരു മറുവശം കണ്ടിട്ടുണ്ട്. ആത്യന്തികമായൊരു പരിഹാരമുണ്ട്. ചിലതരം നന്മകൾ അടഞ്ഞു പോകുമ്പോൾ ഭക്തൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് ശ്രേഷ്ഠകരമായതൊന്നവൻ കരുതി വച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നിട്ടെന്ത് ചെയ്തു? ദാവീദ് കാലമേറെ കഴിഞ്ഞാകുന്നേ. ഈ ശൗല് പിന്നെ ഇരുന്നു. ഈ ശൗലൊരു കണക്കിലൊരു നല്ല മനുഷ്യനാണ്. നമ്മൾ കൂടി ആ പുള്ളി ഇതുപോലെ ആക്കിയേ. ഈ ശൗലാകുന്നത് പറഞ്ഞതാണ്, എനിക്കിതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. എൻ്റെ കുലം ചെറുത്, ഞാനൊരു ശാന്തനായ മനുഷ്യൻ, നിങ്ങൾ എന്നെ പിടിച്ച് ഇങ്ങനെ ആക്കരുത്. അപ്പോൾ പറഞ്ഞു, അങ്ങനല്ല, സാറ് തന്നെയാണ് പറ്റിയ ആൾ. സാറ് നിന്നില്ല ഈ സ്ഥാപനം ഓടൂല, സാറാണ് പ്രധാനി എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി അവസാനം ഇതാകെ കുളമായി. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് ഇയാളെ ഒന്ന് മാറ്റാൻ. പിന്നെ ശൗൽ ഇറങ്ങുകയില്ല. ചിലർക്കങ്ങനെ പിന്നെ പുള്ളി ഇറങ്ങില്ല. എന്നാ കാണിച്ചാലും പിന്നെ ഇറങ്ങില്ല. ചത്താലും ഓടിയിരിക്കും, അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് യുദ്ധത്തിന് പോയി. യുദ്ധത്തിന് ചെല്ലുമ്പോൾ യുദ്ധത്തിൽ പടമുറുകി ശൗലിന് നേരെ. യുദ്ധം അറിയാഞ്ഞിട്ടൊന്നുമില്ല, ആൾ ധീരനൊക്കെ, നമ്മൾ കാണുന്ന പോലൊന്നുമല്ല. ശൗല് ധീരനാണ്. ധീരനായ ശൗൽ പടമുറുകിയപ്പോൾ പടക്കളത്തിൽ പെട്ടുപോയി. ദാവീദ് ഒരു മലഞ്ചരിവിൽ കിടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഈ ശൗലിൻ്റെ ഈ കിരീടവും വളയും അനുബന്ധ സാധനങ്ങളൊക്കെ എടുത്തു വെട്ടിക്കൊന്നിട്ട്. ഇവയെല്ലാം കൂടെ ശേഖരിച്ച് ദാവീദിനെ വിവരമറിയിക്കാൻ ഓടി വന്നിട്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുക, യജമാനനെ, നിൻ്റെ ശത്രു മരിച്ചു, ശൗലും യോനാഥാനും മരിച്ചു, ഇനി നീ ആ രാജാവ്. ബാധ്യതകളെല്ലാം ഒഴിഞ്ഞ യജമാനനെ, നീ ഇനി അധികാരത്തിലേറാൻ പോവുക. ഒരു പാരിതോഷികം പ്രതീക്ഷിച്ച ഇവൻ ചെന്നിട്ട് പറഞ്ഞു, കാര്യമെല്ലാം കേട്ടു, എന്താ സംഭവിച്ചേ? ശൗലിന് നേരെ പടയറ്റവും മുറുകി. ശൗൽ ഉള്ളിൽ മരണഭയം വന്നപ്പോൾ അരികിൽ നിന്ന് എന്നോട് പറഞ്ഞു, അവൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ നീ എന്നെ വെട്ടിക്കൊള്ളുക, ഇതാ തെളിവെല്ലാം കൊടുത്തു. ദാവീദ് നമ്മുടെയൊക്കെ മാനസികാവസ്ഥയാണെങ്കിൽ അവിടെ ചാടി നിന്ന് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ നടത്തണ്ട. അതിൽ അവൻ പോയല്ലോ എന്ന് ഓർക്കണ്ടതാ. ദാവീദ് ചോദിച്ചു, വർത്തമാനം കൊണ്ടുവന്ന ചെറുപ്പക്കാരനോട്, നീ എവിടുത്തുകാരൻ? മറുപടി, ഞാൻ ഒരു അമാലേക്യൻ. എന്താ മനസ്സിലായി? പണ്ടിവൻ കൊല്ലാതെ വിട്ടവൻ്റെ മകൻ, കരുണ കാണിച്ചു വിട്ടവൻ, തലയെടുത്ത് ഉന്മൂലനം ചെയ്ത് നശിപ്പിച്ച് ജയാളിയായി ഇവിടെ വന്ന് നിന്നിട്ട് പറയുക, ഞാൻ ഒരമാലേക്യൻ. ദൈവം വെറുതെയല്ല ഒരാലോചന പറയുന്നത്, അതിൽ വലിയ പദ്ധതികൾ,
വലിയ കാഴ്ചപ്പാടുകൾ, വലിയ ദുരന്തങ്ങൾ മാറിപ്പോകത്തക്ക വിധം ദൈവത്തിൻ്റെ വലിയ ആലോചനകൾ, ആ പരിജ്ഞാനത്തെയാണ് ഭക്തൻ അനുധാവനം ചെയ്യേണ്ടത്. ദാവീദ് എഴുന്നേറ്റു, ഉടവാൾ ഊരിയെടുത്തു. യഹോവയുടെ അഭിഷിക്തന് നേരെ വാളോങ്ങാൻ മടിക്കാഞ്ഞതെന്ത്? തലയറുത്ത് കളഞ്ഞവിടെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ആ ഭാഗം വായിച്ചാൽ നമുക്ക് തന്നെ സങ്കടം വരും. ശൗലിനെ ഓർത്ത്, യോനാഥാനെ ഓർത്ത് കരയുന്ന ഒരു മനോഹര കവിതയാണത്. നമ്മൾ ബാലഡ്സ് എന്നൊക്കെ പറയല്ലോ, ഒരുതരം ലെമൻസ്, വിലാപം. എന്താ പറയുന്നത്? ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങളില്ലാതെയും പോകട്ടെ. ഇസ്രയേൽ മക്കളെ, നിങ്ങൾ ശൗലിനെയും യോനാഥാനെയും ചൊല്ലിക്കരവി. അവർ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ചു. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങളില്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. ശൗലിൻ്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. ശൗലും യോനാഥാനും കഴുകനിലും വേഗവാന്മാർ. ശൗലിനെപ്പറ്റി, യോനാഥാനെപ്പറ്റി ഇസ്രയേൽ മക്കളെ കൊണ്ട് ഈ പാട്ട് പാടിച്ചു. ഇന്ന് ഈ ഗിൽബോവ പർവ്വതത്തിൽ ആ പരിസരമൊക്കെ സന്ദർശിക്കുക. ചിലതരം ഉറവകളുണ്ട്. ആ ഉറവകളിലെ വെള്ളം കോരി കുടിച്ചാൽ നമുക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നും. വാട്ടവെള്ളമാണ്. എങ്ങനെ കുടിച്ചാലും ശുദ്ധജലം കിട്ടില്ല. ഭക്തൻ്റെ ശാപം പേറി നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും അനുഗ്രഹവർഷമില്ലാതെയും പോകട്ടെ എന്ന ശാപം പേറി കിടക്കുന്ന ഗിൽബോവ ഇന്നും ചരിത്രത്തിന് അത്ഭുതമാണ്. ദൈവം കൊല്ലാൻ പറഞ്ഞത് വലിയ പദ്ധതികൾ ഇട്ടുകൊണ്ടാണ്, വലിയ ദുരന്തം വരാതിരിക്കാനാണ്. പക്ഷെ 2000 നമുക്കാരെയും കൊല്ലാൻ പാടില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തിലും ഒരു തരം അക്രമവും പാടില്ലാത്തതിൻ്റെ കാരണം നമുക്ക് ഐഹികമായി ഒരു രാജ്യമില്ല. അത് പാടില്ല. നാം അധിവസിക്കുന്ന രാജ്യത്തിലെ രാജ്യ നിയമങ്ങളോട് വിധേയപ്പെട്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിൽ ആ രാജ്യത്തിലെ നിയമം പാലിക്കണമെന്ന് ഔദ്യോഗികമായി എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, നമ്മൾ പാർക്കുന്ന രാജ്യത്തിൻ്റെ നിയമവും ഭരണാധികാരിക്കും കീഴടങ്ങി ജീവിക്കാൻ രേഖാമൂലം എഴുതി വെച്ച ഒറ്റ പുസ്തകം ഉലകത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിളാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കാൻ, ഇവിടുത്തെ ഭരണഘടനയെ സ്നേഹിക്കാൻ, ഇവിടുത്തെ വ്യവസ്ഥകളെ ബഹുമാനിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന അതുല്യ കൃതിയാണ് ഈ വിശുദ്ധ ബൈബിൾ. പക്ഷെ ഒരു കാര്യം, നമുക്ക് ബാധ്യതയില്ലാത്ത ഒരു നിയമമുണ്ട്. നാളെ വന്നാൽ അവിടെ പറയാം. നമുക്ക് അനുസരിക്കാൻ ബാധ്യതയില്ലാത്തൊരു നിയമം. ദൈവമൊഴികെ എന്തിനെയെങ്കിലും ആരാധിക്കാൻ ഒരു നിയമം പാസ്സായാൽ അതനുസരിക്കാൻ ബാധ്യതയില്ല. മരണം വന്നാലും ബാധ്യതയില്ല. അപ്പോൾ അതിനെ എങ്ങനെ പൂരിപ്പിക്കും പറയാം. ബഹുമാന്യരെ, ഞങ്ങൾക്ക് ഈ രാജ്യത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളോട് ആദരവ്, മഹാരഥന്മാരോട് ആദരവ്, മഹാത്മജിയോട് ആദരവ്, നമ്മുടെ രാജ്യത്തെ ഈ രൂപത്തിൽ രൂപപ്പെടുത്തിയ രാഷ്ട്രീയ നേതൃത്വങ്ങളോട്, സ്വാതന്ത്ര്യ സമര സേനാനികളോട് ആദരവ്, ദേശീയ പതാകയോട് ആദരവ്, ദേശീയ ചിഹ്നങ്ങളോട് ആദരവ്, എന്തിന് ഇതര മതസ്ഥരോടും അതിലെ പ്രമാണിമാരോടുമൊക്കെ ആദരവ്. പക്ഷേ ആരാധിക്കില്ല, ഒന്നിനെയും ആരാധിക്കില്ല. പ്രപഞ്ചനാഥനെ ഒഴികെ, സകലത്തിനും കാരണഭൂതനായ ദൈവത്തിനൊഴികെ, ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ലാത്ത സർവശക്തനൊഴികെ, ഉന്നതൻ ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസിയായവൻ, നിത്യനായിരിക്കുന്നവൻ, ആത്യന്തികനായിരിക്കുന്നവൻ, അവിടുന്നൊഴികെ ആരെയും ആരാധിക്കുവാൻ ബാധ്യതയില്ല. അവനെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ മരണം ഭവിക്കേണ്ടി വന്നാലും അചഞ്ചലരായി നിൽക്കാൻ കഴിവുള്ളവരെയാണ് തമ്പുരാൻ ആവശ്യം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ആദം ഹവ്വമാരെ ഇങ്ങനെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യൻ സ്വയം തിരഞ്ഞെടുത്ത ലംഘനത്തിൻ്റെ വഴിയാൽ പാപം സാർവത്രികമായപ്പോൾ അതിൻ്റെ പരിണിത ഫലമായി മരണമുണ്ടായി. പക്ഷെ ഈ മരണം ആരും ഇഷ്ടപ്പെടുന്നില്ല. കണ്ട ഇല്ല. ആത്മഹത്യ ചെയ്യുന്നവർ പോലും മരണത്തെ ഇഷ്ടപ്പെട്ടല്ല. ഇനി ചിലരറിയാതൊക്കെ അങ്ങനെ ചെയ്ത് അപൂർവമായിട്ട് ഒക്കെ ഉണ്ടായേക്കാം. ഒരിക്കൽ നമ്മുടെ തന്നെ ഒരു സഹോദരി
ജീവിതത്തിൽ ആദ്യമായി അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. കാത്തിരുന്ന് കിട്ടിയതാണ്. അതുവരെ ദുഃഖിതയായിരുന്നു. ഈ സന്തോഷം കൊണ്ട് അടുത്ത ആഴ്ച വന്നിട്ട് സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞു, ജീവിതത്തിൽ ഇത്രയും സന്തോഷം ഞാൻ ആദ്യം അതൊക്കെ ശരിയാണ്. ഒടുക്കം പറഞ്ഞു ഈ സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അങ്ങനെ ചിലരുണ്ട്. എന്തെങ്കിലും ഒരു പിച്ചു വർത്താനം കേട്ടിട്ട് അതിൻ്റെ പുറകെ പോവുക അല്ലേ? ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ആരും ഇവിടെ ഉണ്ടാകല്ല്. അന്യഭാഷയൊക്കെ പറഞ്ഞോണം, ആരാധിച്ചോണം, പക്ഷേ കൺട്രോൾ വേണ്ടേ? വേണം. ഇത് നമ്മൾ ആരോടോ വിരോധം കയറി അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടാൽ ആരാണ്ടോട് വൈരാഗ്യം തീർക്കുന്ന ചില ആളെ കണ്ടല്ലേ, ഈ പാട്ടിൻ്റെ ആദ്യത്തെ 2 ലൈൻ പാടും, പിന്നൊന്നും മിണ്ടുകയില്ല. എൻ്റെ ദൈവത്താൽ പിന്നൊന്നുമില്ല. നമ്മൾ പാട്ടൊക്കെ നിർത്തിയത് കാണുമ്പോൾ നിശ്ചയമാനുഗ്രഹം പിന്നൊന്നുമില്ല. അത് ഇത്രയും പിച്ചിലെടുത്തിട്ട് പാവപ്പെട്ട നമ്മളിതിൻ്റെ പുറകെ പാടിപ്പാടി അവസാനം ചെല്ലുമ്പോഴേക്ക് ഇവനീ അവസാനത്തെ ലൈൻ എടുത്തിട്ട് തന്നു വെച്ച് തടി നമ്മളെ തോളെ വെച്ച് ചനങ്ങാൻ നിൽക്കുക. എന്നിട്ട് പറയുക വിടുതലാണ്. ഈ അനുഭവിക്കുന്നതിനറിയാം. എൻ്റെ പുറകെ പാടിച്ചെന്ന ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുക. പോട്ടെ, ഇങ്ങനെ പണി തരുന്നവരുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ മരണം മനുഷ്യന് ഇഷ്ടപ്പെടുന്നില്ല. ഞാനിത് മനസ്സിലാക്കിയത് ഒരമ്മച്ചി, 80 വയസ്സുള്ളൊരമ്മച്ചി എന്നോട് പറഞ്ഞു, ദിഗാസനെ, എനിക്ക് ജീവിതം വളരെ സംതൃപ്തിയാണ്. ചെറിയൊരു രോഗം വന്നപ്പോൾ പറഞ്ഞു, എനിക്കിപ്പം വിടുതലൊന്നും വേണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ സ്ഥിതി ചെന്നാൽ മതി, ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. എങ്ങനെ മരിക്കാൻ ആഗ്രഹം? ടിപ്പറടിച്ചാണോ, ഷുഗർ കൂടിയിട്ടാണോ, പ്രഷർ കൂടിയിട്ടോ, അറ്റാക്കോ? പെട്ടെന്ന് പറയാൻ പറഞ്ഞു. അയ്യോ വേണ്ടെന്ന് പറഞ്ഞു. അന്നേരം മനസ്സിലായി ഇതിൻ്റെ ഭീകരത. അത്ര നിസാര കേസല്ല, അത് ഗൗരവമുള്ളതാണ്. മരണം ഭീകരമാണ്, സംശയം വേണ്ട. പക്ഷെ ഭക്തന് ചില അനുഗ്രഹങ്ങൾ തരുന്നത് വേറൊരു കാര്യം. മരണമെന്ന് മാത്രമല്ല, മരണതുല്യമായ ജീവിതാനുഭവങ്ങളിലൂടെ ഭക്തൻ കടക്കും. അത് ജീവിക്കാൻ അവിടുന്ന് കൃപ തരും, ഒരു സംശയം വേണ്ട. മരണം ഭീകര. പക്ഷെ ഈ മരിക്കുന്ന മനുഷ്യൻ്റെ ആ നിമിഷങ്ങളൊക്കെ കാണുമ്പോൾ ചെല്ലെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണം കാണുന്ന ഒരു ഭീകരമാണ്. ഞാൻ കഴിവതും ഈ കൊച്ചു കുട്ടികൾ ആക്സിഡൻറ്റിലുമൊക്കെ മരിക്കുന്ന, വണ്ടി ഇടിച്ചുമൊക്കെ കുഞ്ഞുങ്ങൾ കലാലയത്തിൽ നിന്ന് പോകുമ്പോൾ വെള്ളമടിച്ചിട്ട് വണ്ടി ഓടിച്ച ഡ്രൈവർ ഇവർ അശ്രദ്ധ കൊണ്ടൊക്കെ മരിക്കുന്ന രംഗം വരുമ്പോഴേ ഈ റിമോട്ട് മാറ്റും, കാണാൻ വയ്യ. ഭീകരമാണ്. ഓരോരുത്തരുടെ ഓരോതരം പ്രയാസങ്ങളാണ്. കുഞ്ഞുങ്ങളെയൊക്കെ ആ രൂപത്തിൽ കാണുന്നത് അത്ര വലിയൊരു ദുഃഖാർദ്ധമായ കാര്യമാണ്. അപ്പോൾ എന്തിനാ പറഞ്ഞേ, ഇത് കാണുമ്പോൾ ഈ മരണം ഒഴിവാകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ മരണമൊന്നൊഴിഞ്ഞു കിട്ടാൻ എന്താ വഴി? ഇതാ നമ്മളെല്ലാം തിരഞ്ഞ് ശാസ്ത്രം ആയിരത്താണ്ടുകളായി തിരയുന്നത് മരണമൊന്നൊഴിയാനാ. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് മുമ്പ് സഖാവ് വ്ളാഡിമിർ ലെനിൻ്റെ മൃതശരീരം അവിടുത്തെ പാർട്ടിക്കാർ സൂക്ഷിച്ചു വെച്ചു. എന്തിനാ സൂക്ഷിച്ചു വെച്ചെന്നറിയണ്ടേ? മനുഷ്യൻ എന്നെങ്കിലും ഒരിക്കൽ മരിച്ച മനുഷ്യന് ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കും കാലത്ത് കഴിയുമെങ്കിൽ ലെനിനെ പുനരുജ്ജീവിപ്പിക്കാമോ, ജീവിപ്പിക്കണമെന്നല്ല, അതിന് പരീക്ഷണം നടത്തണം. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ അതൊക്കെ അടക്കി. അത് മറ്റൊരു കാര്യം. മരിക്കാൻ ആർക്കും മനസ്സില്ല. മരണം ഭീകരമാണ്, ഇതൊന്ന് മാറ്റിക്കിട്ടുമോ? പിഞ്ചോമന പിടഞ്ഞു മരിക്കുമ്പോൾ നമ്മൾ എന്നിട്ട് പറയുക, ഡോക്ടറോട് പറയുക, അവന് പകരം ഞാൻ മരിക്കാം, അവനെ രക്ഷിക്കണേ. ഡോക്ടർ പറയും, ഞാനും നിങ്ങളെപ്പോലൊരു സാധാരണ മനുഷ്യൻ, ഞാൻ എന്ത് ചെയ്യാനാണ്? പകരം നിൽക്കാൻ പറ്റില്ല. ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് മരിക്കാനാവില്ല. അതെന്താ പറ്റാത്തത്? ഒരാൾക്ക് പകരം മറ്റൊരാൾക്ക് ശിക്ഷ ഏറ്റുവാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ശിക്ഷിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? എക്സാമ്പിൾ, ശിക്ഷ തെറ്റിനുള്ള സ്വാഭാവികമായ പ്രതികരണമാണ്. നിങ്ങൾ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു,
ഹെൽമറ്റില്ലാതെ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് ഫൈൻ അടിക്കുക എന്നത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം അത് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം തെറ്റുകയാണ്. കാരണം പോലീസിന് നിങ്ങളോട് കരുണ കാണിക്കാൻ വ്യവസ്ഥയില്ല, ഒരു വ്യവസ്ഥയില്ല. മനസ്സിലായില്ലേ? നമ്മളെ വെറുതെ വിടാൻ പോലീസിന് പറ്റില്ല. ഫൈൻ അടിച്ചേ പറ്റൂ, എഴുതിയേ പറ്റൂ. പോലീസ് കരുണ കാണിച്ചെങ്കിൽ ആരോടും പറയരുത്. കാരണം പുള്ളി നിയമവിരുദ്ധമാണ് ചെയ്തത്, നമുക്കെതിരെ ഭരണകൂടത്തോട് ഏൽപ്പിച്ച ജോലിയല്ല ചെയ്തത്. അപ്പോൾ എന്തു ചെയ്യും? കരുണ കാണിക്കാനാവില്ല. ഇനി നമുക്ക് കോടതിയിൽ ചെന്നു, കോടതിക്കും കരുണ കാണിക്കാനാവില്ല. എങ്ങനെ പറ്റുന്നത്? ഞാനതിന് ഒരു തെളിവ് പറയാം. ഒരു മനുഷ്യൻ ഒരുവനിട്ടടിച്ചു. ഈ കരണത്തടിച്ചതാ 2 വിരലുകൾ പതിഞ്ഞു. 2 വിരലുകൾ പതിഞ്ഞ സ്ഥിതിക്ക് ഈ മനുഷ്യനെ തിരിച്ചടിക്കാൻ എൻ്റെ പക്കൽ വിട്ടു. എന്നെ അടിച്ചത് ഇവിടെ 2 വിരൽ പതിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവനെ കിട്ടി. ഞാൻ അവനെ അടിക്കുന്നത് ഈ 2 വിരൽ പതിയാനല്ല, എൻ്റെ വൈരാഗ്യം മുഴുവൻ തീർത്താണ്. അതുകൊണ്ട് പ്രതിയെ ശിക്ഷിക്കാൻ വാദിയെ ഏൽപ്പിക്കാൻ പറ്റില്ല. അതിനാ കോടതി എന്ത് ചെയ്യും? തിരിച്ച് ഇവനെ ഇതുപോലെ ശിക്ഷിക്കുമ്പോൾ ഈ 2 വിരൽ പതിയേണ്ട ഇടത്ത് 1 വിരലേ പതിഞ്ഞുള്ളെങ്കിൽ എനിക്ക് നീതിയായില്ല. ആ 2 വിരൽ പതിയേണ്ട ഇടത്ത് 3 വിരൽ പതിഞ്ഞാൽ അത് അനീതിയാവും. അപ്പോൾ ഇതിന് തത്തുല്യ ഒരു ശിക്ഷ എഴുതി വച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡെന്ന് പറയുന്നത് 1860 രൂപപ്പെട്ട മെക്കോളെ പ്രഭുവിൻ്റെ കാലത്ത് അത് വെച്ചാൽ നമ്മളിപ്പോഴും വിധിക്കുന്നത്. അത് നടപ്പിലാക്കുന്ന രീതിക്കാണ് ക്രിമിനൽ പ്രൊസീജിയർ കോഡെന്ന് പറയുന്നത്, ഈ ശിക്ഷണ നടപടി നടപ്പിലാക്കുന്ന രീതി. അപ്പോൾ ഇത് അവിടെ എഴുതി വച്ചിരിക്കുന്നു, കൊടുത്തേ പറ്റൂ, വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഒരാളെ തല്ലി, അല്ലെങ്കിൽ എൻ്റെ മകൻ ഒരാളെ ഉപദ്രവിച്ചു, അവനെ ശിക്ഷിച്ചേ പറ്റൂ. അവൻ്റെ ചെറുപ്രായത്തിൽ അവൻ ശിക്ഷിക്കുന്നത് കാണാൻ ത്രാണിയില്ലാത്ത ഞാൻ ഭരണകൂടത്തോട് പറയുകയാണ്, സാർ പകരം എന്നെ ഒന്ന് ശിക്ഷിക്ക് പ്ലീസ്, അവനെ ഉപദ്രവിക്കരുതേ. പറ്റില്ല, വേണ്ട. ദൈവത്തോട് പറഞ്ഞു എന്നാൽ കൂട്ടിക്കോ, ബാക്കി ഭരണകൂടത്തെ വിടാം. ദൈവത്തോട് പറയുകയാണ്, ദൈവമേ ആ മനുഷ്യനെ കൊല്ലല്ലേ, പകരം അവൻ്റെ ശിക്ഷ എനിക്കിതാ. പറ്റില്ല, കാരണം പറയാം. അപ്പോൾ ദൈവം ചോദിക്കും, അപ്പം നിൻ്റെ കുറ്റത്തിൻ്റെ ശിക്ഷ ആര് സഹിക്കും? ഓൾറെഡി എൻ്റെ കുറ്റത്തിൻ്റെ ശിക്ഷയായി എനിക്ക് മരണം രേഖപ്പെടുത്തി വച്ചിരിക്കേ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി ആ പ്രവണതയിലൂടെ തുടരവേ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് മരിക്കാൻ സാധിക്കില്ല. ഇതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവർ വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ദൈവത്തിന് കൊടുപ്പാൻ മനുഷ്യർക്ക് സാധിക്കില്ല. പകരം ചെയ്യാൻ പറ്റിയ പണി, അവൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കുമോ? ഇങ്ങനെ റോമാ പട്ടണം തന്നെ ഉണ്ടാക്കിയത് റോമുലസ്, അയാൾ സ്വന്തം സഹോദരൻ്റെ ഓർമ്മയ്ക്ക് പണി കഴിപ്പിച്ച പട്ടണമാണ്. അതുപോലെ ഫിലദൽഫിയ, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായ പട്ടണമാണ്, സ്ഥലങ്ങളാണ്. സഹോദരനോടുള്ള സ്നേഹം നിമിത്തം ഒരു പട്ടണത്തിന് പേരിട്ടതാ. അലക്സാണ്ടർക്ക് തൻ്റെ സഹോദരിയായ ആ പെൺകുട്ടിയോട് വലിയ സ്നേഹമായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് നിലനിർത്താൻ ഇട്ട പട്ടണത്തിൻ്റെ പേരാ തെസലോനിക്ക. അപ്പനോട് വലിയ ബഹുമാനമായിരുന്നു, അതിൻ്റെ പേരിലിട്ട പട്ടണത്തിൻ്റെ പേരാ ഫിലിപ്പിയ. പക്ഷെ അപ്പൻ എന്നേക്കും ജീവിച്ചിരിക്കില്ല. എന്തു ചെയ്യും? എന്നേക്കും ജീവിച്ചിരിക്കണം. അതിനൊരു വഴിയില്ല, മനുഷ്യരൊക്കെ മരിക്കണം. അത് നിരാശ നിറഞ്ഞൊരു കാര്യമാണ്, സാധിക്കില്ല. അതുകൊണ്ട് പൗരാണിക കാലം മുതൽ മനുഷ്യൻ അന്വേഷിച്ച ഏറ്റവും വലിയ സമസ്യ എന്താണ്? ഈ മരണം. ഒരർത്ഥവും കിട്ടുന്നില്ല, ഒരു ഉത്തരവും കിട്ടുന്നില്ല. ആദി മനുഷ്യനായ ആദമിനോട് ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. നീ മരിക്കുമെന്ന് കേട്ടപ്പോൾ ആദമിന് വലിയ പേടിയൊന്നും വന്നില്ല. നീ മരണം എന്താണെന്ന് പുള്ളിക്ക് അറിയില്ല. മരണം എന്താണെന്നറിയാത്ത ആളിനോട് മരിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഒരു ദിവസം ആദം മനസ്സിലാക്കി മരണം എന്തെന്ന്. തൻ്റെ ഒക്കത്തിട്ട് വളർത്തി താരാട്ട് പാടിയ മകൻ സ്വന്തം മറ്റൊരു മകനാൽ കൊല ചെയ്യപ്പെട്ട് കണ്ടം മുറിഞ്ഞ് ചുടുചോര വീണ് കണ്ണുകൾ തുറിച്ച് ഒരു നിശ്ചല ശരീരം വയലരികിൽ കിടക്കുന്ന കണ്ടപ്പോൾ ആദ്യമായി മനസ്സിലായി പാപത്തിൻ്റെ ശക്തി, ലംഘനത്തിൻ്റെ ശക്തി,
ഇത്തരം 100 കാഴ്ചകൾ ആദം കണ്ടു. മരിച്ചടങ്ങുന്ന മനുഷ്യരെ കണ്ടു. ആദം 960 വയസ്സിൽ മരിക്കുമ്പോൾ അവസാനം കണ്ടു മരിച്ചൊരു മകനുണ്ട്. ആ മകൻ 54 വയസ്സാ പ്രായം. 9ാം തലമുറ വരെ ജീവിച്ചിരുന്ന മനുഷ്യനെ കണ്ടിട്ടാ മരിക്കുന്നത്. 54 വയസ്സ് അവന് പ്രായമുണ്ട്. കൊച്ചു പിഞ്ചോമനയ്ക്ക് കാലം വെച്ച് കണക്ക് കൂട്ടിയാൽ മതി. ഒരു കാര്യം, ആ കാഴ്ചയിൽ, ആ വരവിലെല്ലാം നിരവധി മരണങ്ങൾ, ആർപ്പുവിളികൾ, ദുഃഖം, കരച്ചിൽ, തളം കെട്ടി നിൽക്കുന്ന, വേദന തളം കെട്ടി നിൽക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ ആദം ഹവ്വമാർ നേരിട്ട് കണ്ടു. പിന്നെ അവർ മരിച്ചു. ഇതാണ് പാപത്തിൻ്റെ ശക്തി. പാപത്തിൻ്റെ ശമ്പളം മരണം. ഈ മരണമൊന്ന് മാറിക്കിട്ടാൻ മനുഷ്യൻ ആഗ്രഹിച്ചു. ഇതിന് മരണത്തിൽ നിന്ന് മനുഷ്യൻ അതിജീവനം കിട്ടാൻ മാർഗമുണ്ടോ എന്നുള്ള ആ അന്വേഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചിന്തകളുടെ പേരാണ് മതം. മതം മനുഷ്യൻ ഉണ്ടാക്കുന്നത് മരണത്തെ അതിജീവിക്കാനുള്ള വഴികളായിട്ടായിരുന്നു. അതിന് പലതരം ഉത്തരങ്ങൾ പറഞ്ഞു. മനുഷ്യൻ മോക്ഷം പ്രാപിക്കുമെന്ന ചിന്തകൾ കൊണ്ടുവന്നു. മനുഷ്യന് പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുമെന്നും അല്ലല്ല ചിലർ പറഞ്ഞു മരണത്തോടെ സകലതും അവസാനിക്കും, ഇതിനപ്പുറത്തൊന്നുമില്ല എന്നും ചിലർ വാദിച്ചു. ഈ 2 വാദങ്ങളും ശക്തമായി നിൽക്കുന്നു. ഭൗതികവാദികൾ പറയുന്നു മരണത്തോടെ സകലതും തീർന്നു. ആത്മികവാദികളിൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, എന്തായിരിക്കും എന്നതിനെ ചൊല്ലി വ്യത്യസ്തങ്ങളായ അഭിപ്രായം. അതിലൊരു വാദമാണ് നമ്മൾ ഇഹലോകത്തിൽ ഇന്ന് ചെയ്ത കുറ്റങ്ങൾക്കൊക്കെ തത്തുല്യമായിട്ട് അടുത്ത ജന്മത്തിൽ നമ്മൾ മറ്റുള്ള ജീവജാലങ്ങളായി പിറവി കൊള്ളുമെന്നൊരു വാദം നമുക്കറിയാം. അതിനകത്തൊരു എങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കാൻ പോകുന്നത് ഡോക്ടർമാരും നഴ്സുമാരുമാണ്. കാരണം എത്ര വൈറസിനെ ദിനം പ്രതി കൊല്ലും. അടുത്ത ജന്മത്തിൽ ഒരു വൈറസായിട്ട് ജനിക്കും. വൈറസുകൾ ഓരോന്നും ഡോക്ടർമാരായി ജനിക്കും. എത്ര ഗതികേടിലൂടെ കടന്നു പോകണം. ഒരിക്കലൊരു കൊച്ചുകുട്ടി പറന്നു പോകുന്ന ഒരു തുമ്പിയെ പിടിച്ചു. അതിനെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ടുവന്ന മാഷ പറഞ്ഞു, കുഞ്ഞെ എന്നെ പിടിക്കരുത്, അതിനെ പിടിച്ച് നീ ഉപദ്രവിച്ച് കൊന്നുവിട്ടാൽ അടുത്ത ജന്മത്തിൽ നീ ഒരു തുമ്പിയായി പിറക്കും, നീ അവനായിട്ടും മാറും, തുമ്പി നീ ആയിട്ടും ജനിക്കും, എന്നിട്ട് അവൻ നിന്നെ പിടിക്കും. പയ്യൻ വിട്ടില്ല. പയ്യൻ പറഞ്ഞു, മാഷ അങ്ങനല്ല, കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു തുമ്പിയായിരുന്നു, അന്നേരം ഇവൻ എന്നെ കയറി പിടിച്ചു, അന്നേ പ്ലാനിട്ട് വെച്ചിട്ടുണ്ടെന്ന്. അത് ഈ സിദ്ധാന്തത്തിൻ്റെ എന്താ പറയുക, അതിനകത്തെ അശാസ്ത്രീയത ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം പറഞ്ഞ ഒരു ചെറിയ ഉദാഹരണമാണ്. ഞാൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനോട് പറഞ്ഞ ഒരു ചിന്തയാണ്. പിന്നൊന്നും മറുപടി വന്നില്ല. പോട്ടെ, ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നിഗമനങ്ങളാണ്, ആരെയും കുറ്റം വിധിച്ച് പറയല്ല. പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒത്തിരി ധാരണകൾ, ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ കിടക്കുക. ഈ ചിന്ത ഏറ്റവും ശക്തിമത്തായി നമുക്ക് മുമ്പിലേക്ക് തൊടുത്തുവിട്ട ഒരു ചിന്തകൻ ഭക്തനായ യോബായിരുന്നു. യോബ് ജീവിച്ചിരുന്ന ഊസ് ദേശമുണ്ടല്ലോ, ഊസ് ദേശം ആണെന്നൊക്കെ പറഞ്ഞ് സൗദി അറേബ്യയിൽ പോയിട്ട് വന്ന ആളുകൾ, മസ്കറ്റിൽ പോയിട്ട് വന്ന ആളുകൾ സലാലയിലെ ഒരു കല്ലറയുടെ ചിത്രമൊക്കെ കാണിക്കും. തെറ്റിദ്ധരിക്കരുത്, വേറെ ഏതോ വല്യപ്പന്മാരുടെയാണ്. നിങ്ങളത് പോയിട്ട് അതിൻ്റെ മുമ്പിൽ ഫോട്ടോ എടുത്തിട്ട് ബൈബിളിലെ ജോബല്ല, അത് വേറെ കാര്യം. ഞാനും അത് തെറ്റിദ്ധരിച്ചിരുന്നു. ഗഹനമായ പഠനത്തിൽ അത് തിരുത്തേണ്ടി വന്നു. തിരുത്തിക്കൊള്ളണം. യോബ് ആ പഞ്ചായത്ത് വഴി പോലും പോയിട്ടില്ല, ആ പ്രദേശമല്ല. ഊസ് ദേശത്ത് യോബ് എന്നു പേരുള്ള ഒരു പുരുഷൻ ജീവിച്ചിരുന്നു. വിലാപങ്ങൾ 4:21 പറയുക, ഊസ് ദേശം എന്ന് പറഞ്ഞാൽ ഏദോം ദേശമാണ്. ഏദോം ദേശം ഏശാവിൻ്റെ അവകാശഭൂമിയായിരുന്നു പിൽക്കാലത്ത്. പണ്ടോടെ പാർത്ത മനുഷ്യനാണ് യോബ്. യോബിനെ പറ്റി ഒത്തിരി പറയാനില്ല, ഞാൻ ആ വഴി പോകുന്നുമില്ല. പക്ഷേ യോബ് മരണാസന്നനായി ജീവിതത്തിൻ്റെ ഏറ്റവും അങ്ങേത്തലക്കൽ ചെന്ന് നിൽക്കുന്ന ഘട്ടം. 4 സുഹൃത്തുക്കൾ കാണാൻ വന്നു ജോബിനെ. 3 പേരുടെ പേരാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. ആക്ച്വലി 4 പേരുണ്ട്. 4ാമൻ ഒരു എലീഫസാണ്. ഇയാൾ നമ്മുടെ യൂത്തിൻ്റെ പ്രതിനിധിയാണ്. എലീഫസ്, തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ, ഇവരെല്ലാം കാണാൻ വന്നിരിക്കുകയാണ്. എലീഹു ആണ് ലാസ്റ്റ് വന്നത്. എലീഹു യൂത്തിൻ്റെ ആളാണ്. ഈ 3 ആളുകളും ചോദിക്കുന്നത് ഉയർന്ന തത്വചിന്തയാണ്. ഇയാൾക്ക് ഈ സംഭവിച്ച ആ ദുരന്തത്തിൻ്റെ കാരണം കണ്ടുപിടിക്കുകയാണ്. രോഗത്തിൻ്റെ കാരണം ഇന്നതാണ്, നിന്റെ തെറ്റുകളാണ് ഈ രോഗത്തിന് കാരണം. 100 കാര്യങ്ങൾ അയാൾക്കെതിരെ പറയുമ്പോൾ ജോബ് മറുപടി പറയുകയാണ്, സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാകാം, പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പോടെ വിശ്വസിക്കുന്നു, ഞാൻ ഈ രോഗത്താൽ ഒരുപക്ഷെ മരിച്ചേക്കാം. നിങ്ങളെന്നെ കൊണ്ടുവന്ന് ഏതോമിലെ
വിസ്തൃതമായ ഈ ഭൂപ്രദേശത്ത് ഒരു ചുണ്ണാമ്പ് കല്ലിൽ വെട്ടിയെടുക്കുന്ന കല്ലറക്കുള്ളിൽ കൊണ്ടടക്കുന്ന ആ പ്രാകൃതമായ രീതി അനുസരിച്ച് എന്നെക്കൊണ്ടവിടെ സംസ്കരിക്കും. ഞാൻ ലയിച്ച് മണ്ണിൻ്റെ ഭാഗമാകും. പൊടിഞ്ഞു 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 മണ്ണിൻ്റെ ഭാഗമാകും. അവിടെ വരെ പോകാൻ നിങ്ങളുടെ ചിന്ത ഇതുവരെ എത്തിയില്ല. നിങ്ങൾ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഒരു പടി കൂടി കടന്ന് ഞാൻ പറയട്ടെ, ഇങ്ങനെ ഞാൻ മരിക്കും. മരിച്ച് എൻ്റെ ശരീരം മണ്ണിൻ്റെ ഭാഗമാകും. നാളെയുടെ ചരിത്രം ജോബ് എന്നൊരു മനുഷ്യനെ കുറിച്ച് എന്നോ ഒരിക്കൽ ജീവിച്ച് മരിച്ച ഒരുവനെന്ന് എടുത്തി അങ്ങനെ വിടത്തക്ക വിധമായിത്തീരും. എൻ്റെ ശരീരം മണ്ണിൽ ലയിച്ചു ചേരും. ജോബ് എന്നൊരാൾ ഇല്ല എന്ന് നാളത്തെ ചരിത്രം പറഞ്ഞേക്കാം. അങ്ങനെ ഞാൻ പൊടിഞ്ഞു പൊടിഞ്ഞു ഈ പൊടിമേൽ ചെന്ന് അവസാനിക്കും. അങ്ങനെ അവസാനിക്കുമ്പോഴും എൻ്റെ പ്രത്യാശ കൈവിടുന്നില്ല. എനിക്കുത്തമമായൊരു ഉറപ്പ് എൻ്റെ ഉള്ളിൽ കിടക്കുന്നു. മറ്റൊന്നുമല്ല ഉറപ്പ്, ഒരു ദിവസം എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഈ പൊടിമേൽ വന്ന് നിൽക്കും. ഒരു ദിവസം ആ പ്രത്യാശ ഭക്തന്റെ ഹൃദയത്തിൽ അങ്കുരിച്ചിട്ട് വിളിച്ചു പറയുക, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ദേഹസഹിതനായി ഞാൻ അവന്റെ മുഖം കാണും. ഞാൻ ഈ മണ്ണിലേക്ക്, ഈ പൊടിയിലേക്ക് എൻ്റെ ശരീരം ഏൽപ്പിച്ചു കൊടുത്തിട്ട് തേജോരൂപിയായി മറ്റൊരു ശരീരത്തോടെ അനവധി തേജസ്സിലെ ഭാഗ്യം അനുഭവിക്കുന്ന എൻ്റെ നല്ല ആ നിമിഷത്തിൽ ഞാൻ അവനെ മുഖാമുഖം കാണും. ഈ പ്രത്യാശ പറയുന്നീമത്തിൽ ഇങ്ങനെ തൊടുത്തുവിട്ടു. ആ ചിന്തകൾ മുമ്പോട്ട് വരുമ്പോൾ പൗലോസ്ലീഹ അതിന് ഉത്തരം നമുക്ക് അല്പം കൂടെ പൂരിപ്പിച്ചു തന്നു. പൗലോസ്ലീഹ പറയുക, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മളാരും സ്വർഗത്തിൽ ചെല്ലുന്നത് ഈ ശരീരത്തോടു കൂടെ അല്ല. മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. പഠിക്കേണ്ട വലിയൊരു വിഷയമാണ്. അതൊന്ന് വിശദീകരിക്കാം. സന്തോഷമാണോ? മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ത്രിമാന ഘടകങ്ങളാണ്. ട്രൈക്കോട്ടമസ് ബീങ് ആണ്. മൃഗങ്ങൾ ഡൈക്കോട്ടമസ് ആണ്. എന്താ വ്യത്യാസം? ദേഹം, ദേഹി, ആത്മാവ്. നമ്മിൽ 3 ഘടകങ്ങളുണ്ട്. മൃഗം അങ്ങനെയല്ല. മൃഗത്തിന് പ്രാണനും ശരീരമേ ഉള്ളൂ. സഭാപ്രസംഗി പറയുന്ന ആത്മാവ് പരിഭാഷയിൽ വന്ന മിസ്റ്റേക്കാണ്. ശരിക്കും അത് മൃഗത്തിൻ്റെ ആത്മാവെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവ് പോലെയല്ല. എന്താണ് ആത്മാവെന്ന് നമുക്കറിയാം. അറിയാമെന്ന് പറഞ്ഞാൽ വലിയ അറിവല്ലെങ്കിലും ശരീരത്തിൽ നിന്ന് വിഭിന്നമായി എന്തോ ഒന്ന് നമ്മുടെ അസ്തിത്വം, അത് മാറ്റിക്കോ. ഈ ദേഹി പലർക്കും അറിയില്ല. ദേവാസന്മാർക്കറിയാം. വിശ്വാസികൾക്ക് ഈ ദേഹിയെപ്പറ്റി വലിയ പിടിയില്ല, വലിയ കട്ടിയില്ല, എളുപ്പമാണ്. ദേഹി നമ്മുടെ ബുദ്ധി, വികാരവിചാരങ്ങൾ, ചിന്താശേഷി, നമ്മുടെ അഹംബോധം, ഇതിൻ്റെയൊക്കെ ഇരിപ്പിടത്തെ പറയുന്ന പേരാണ് ദേഹി. ഈ ദേഹി നശിക്കില്ല, ആത്മാവ് നശിക്കില്ല. മനസ്സിലായോ? നമ്മുടെ ഒരു പാട്ടിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തിക്കോണം. ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, ദേഹിയല്ല, ദേഹമേ ക്ഷയിക്കൂ, ദേഹത്തിന് ക്ഷയിക്കില്ല. അത് ദേഹം ദുഃഖത്താൽ ക്ഷയിച്ചെന്ന് പാടിയാൽ കുറേ ശരിയാണ്. ഇപ്പോൾ പാട്ടങ്ങനെ പാടിയ സ്ഥിതിക്ക് നമ്മളായിട്ട് മാറ്റി എളുപ്പമല്ല, അത് വേറെ കാര്യം. ദേഹമാണ് ക്ഷയിക്കുന്നത്. മനസ്സ്, ചിന്ത, ബുദ്ധി. നമ്മൾ ഹൃദയം എന്ന് പറയുന്ന വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തിനല്ലല്ലോ. എൻ്റെ ഹൃദയത്തിൽ ഞാൻ കരുതി എന്നൊക്കെ പറഞ്ഞാൽ ഈ കാണുന്ന ഹൃദയമല്ലല്ലോ. ഇതാണ് ദേഹി. അതിന് ക്ഷയമൊന്നും വരുന്നില്ല. എന്നാൽ ശരീരത്തിനാണ് ക്ഷയം. ഇപ്പം മനോരോഗം ഉള്ള ഒരാൾ അങ്ങനെ ചെല്ലുമ്പോൾ ഡോക്ടർ മരുന്നെഴുതുന്നത് ഈ ശരീരത്തിനാണ്, മരുന്ന് കഴിച്ച ശരീരത്തിനാണ്. കാരണം ബോഡിക്കാണ് രോഗമുള്ളത്. നമ്മളിൽ പലർക്കും മനസ്സിലാകാത്ത നമ്മളിൽ പലരും ഇന്നും ഈ പഴയ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ചിന്തയും വായിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുക. അതിലൊക്കെ ഒത്തിരി മുമ്പോട്ട് പോയി. എന്തെന്നാ ഉപബോധ മനസ്സും അപബോധ മനസ്സും ഒക്കെ പണ്ടേ ഔട്ട് ഓഫ് ഫാഷനായി ഒക്കെ കളഞ്ഞു. പക്ഷെ തള്ളിക്കളഞ്ഞാണ് ആധുനിക ഗവേഷണങ്ങൾ. സൈക്കാട്രി പഠിച്ച പുതിയ കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാകും, അതൊക്കെ പണ്ടേ കളഞ്ഞു. ഇവിടെ ഹൈസ്കൂളിലൊക്കെ പഴയ സിലബസ് വെച്ച് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോയി പോട്ടെ. കാരണം ദേഹത്തിനാണ് രോഗം വരുന്നത്, ദേഹിക്കുമല്ല, ആത്മാവിനുമല്ല. തന്നിൽ ഈ ദേഹം സുപ്രധാനമാണെന്നേ. ദേഹി പോലെ ആത്മാവ് പോലെ പ്രധാനമാണ് ദേഹം. സംശയണ്ട? ദേഹം പ്രധാനമാണ് അല്ലെന്നാണ് നിങ്ങളുടെ തോന്നൽ. പറയാം. ഈ ദേഹത്തിന് IPC ഉള്ള, ചർച്ചക്കോടുള്ള, ഷാരോനുള്ള ദേഹത്തിനാണ്, ശരീരത്തിനാണ്.
ദേഹത്തിന് വേണ്ടിയാണ് ഹോട്ടലുള്ളത്, ദേഹത്തിനാണ് വണ്ടിയുള്ളത്, ദേഹത്തിനാണ് വീട് വേണ്ട, ആത്മാവിന് ഇതൊന്നും വേണ്ട. ദേഹസുപ്രധാനമല്ലേ? എനിക്ക് മനസ്സിലായില്ല. എന്നോട് യോഗത്തിനെത്താൻ പറഞ്ഞു. ഞാൻ പറയാണ്, ഒരു 7 മണിക്ക് എൻ്റെ ആത്മാവ് അവിടെ എത്തും, പക്ഷേ ശരീരം ഒരു 9 മണിയാകുമ്പോഴെത്തും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഫുഡ് കഴിക്കാനാണ് വരുന്നതെന്നാണ്, പ്രസവിക്കാനല്ല. ദേഹം പ്രധാനമാണ്. ദേഹത്തിനാ മരുന്ന്, ദേഹത്തിനാ വിദ്യാഭ്യാസം, ദേഹം അമേരിക്കയ്ക്ക് പോയത്. മനസ്സിലായില്ലേ? ദേഹം അതല്ല ഉള്ളുന്നത്, ദേഹം അക്ഷയിക്കുന്നത്, ദേഹം മാത്രം. ദേഹം സുപ്രധാനമാണെന്ന് നമ്മൾ പഠിക്കുന്നത്. കാരണം ഈ ദേഹത്തിൻ്റെ ത്യജിക്കലല്ല ക്രിസ്ത്യൻ ലൈഫ്. അങ്ങനെയാണ്. അതാ സന്യാസവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. സന്യാസിമാരെ ഒന്നും ആക്ഷേപിക്കുന്ന ഒരാളല്ല ഞാൻ. അവിടെ പറഞ്ഞേക്കാം, എനിക്ക് സന്യാസിമാരുടെ ബഹുമാനമാണ്. പിന്നെ ഒരു കാര്യം, സന്യാസം സ്വീകരിച്ചിട്ട് പിന്നെ പാത്രം കൊണ്ട് ഇതുവഴി കറങ്ങല്ല. ലോകം വേണ്ടാന്നൊക്കെ പറഞ്ഞ് പോയത് ആ വഴി പൊക്കോണം. ലോകം വേണമെന്ന് കുറേ പേര് ഇവിടെ ഉണ്ട്. നമ്മളെല്ലാം അവിടെ പണിയെടുത്ത് വെക്കും. ദേഹം വേണമെന്ന നമ്മൾ ദേഹം സൂക്ഷിച്ചു പോകുമ്പോൾ പിന്നെ ഹിമാലയ സാനുക്കളിൽ നിന്ന് ഇറങ്ങി ഇതുവഴി വന്ന് പച്ചലയൊക്കെ തിന്നങ്ങ് ജീവിച്ചാൽ മതി. പോട്ടെ. അപ്പോൾ ഈ ശരീരം സുപ്രധാന, ശരീരം പ്രധാനമാണെന്നായി പറഞ്ഞു വെച്ചേ. പ്രധാനമല്ലേ? ആ ശരീരം സുപ്രധാനമാണെന്ന് പറഞ്ഞ വിശ്വാസമാണ് വിശുദ്ധ ബൈബിൾ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് പറഞ്ഞ എന്തിനാ? ഈ ശരീരത്തെയാ. ശരീരം സുപ്രധാനമാണ്. അത് ഉണ്ട്. ഈ ശവം അടക്ക് പോലും സുപ്രധാനമാണ്. ചുമ്മാത്ത കാര്യമല്ല. ചുമ്മാ കൊണ്ട് വെച്ചിട്ട് വരുവാണോ? നമുക്കത് മനസ്സിലാകാത്തത് കുറ്റം പറയല്ല. ലോകത്ത് ഈ ശ്മശാനം വൃത്തിക്ക് സൂക്ഷിക്കാത്തത് നമ്മളാണ്. നമ്മുടെ വിശുദ്ധന്മാരുടെ ഭൗതിക ശരീരം കൊണ്ടിടക്കിയ സ്ഥലം എലിമുള്ളു പിടിച്ച് കിടക്കുക. വൃത്തിക്കിടണ്ടേ? നമ്മുടെ ദൈവമക്കളൊക്കെ മരിച്ച് അടക്കപ്പെട്ട് കിടക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഇവിടെ ഈ എലിമുള്ളിൻ്റെ ഇടവഴി വേണമല്ലോ നമ്മൾ ഉയർക്കാൻ. ഗംഭീരനാദം കേൾക്കുമ്പോൾ ഇതിങ്ങനെ തട്ടി വിഷമിച്ച് പേടിക്കേണ്ട. ശരീരം വേറെയാ, എങ്കിലും അതൊക്കെ ഭംഗിക്കിടണം. പോട്ടെ. അതിൻ്റെ അർത്ഥം ഇത് പൂജിക്കണമെന്നൊന്നുമല്ല. പക്ഷേ ഈ ബോഡി സുപ്രധാനമാണ്. അതിനാ ബോഡിയോട് ആദരവ് പുലർത്തണം. ഭൗതിക ശരീരത്തോട് ആദരവ് പുലർത്തണം. ആരാധനയല്ല, ആദരവ്. അപ്പച്ചൻ്റെ ശരീരത്തോട് ബഹുമാനം കാണിക്കണം. അങ്ങനെ തന്നെ നമ്മൾ അടക്കേണ്ടത്. ആദരവോടെ. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. ഞാൻ കഴിഞ്ഞിടയ്ക്കൊരു ശവടക്കിന് ചെന്നപ്പോൾ അവിടെ ചില പുരുഷന്മാർ നല്ലൊരു അടിച്ച് പാമ്പായിട്ട് നിൽക്കുക. അപ്പച്ചൻ്റെ കുഴപ്പമില്ല, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ വീട്ടിൽ കുറേ എണ്ണം ഇതുണ്ട്. ഇവരെല്ലാം കൂടി ഇതെടുത്തിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങി. ഈ ആന തിടം പേറ്റി വരുന്ന പോലെ ശവം കൊണ്ട് വരിക, ഇങ്ങനെ ആടി. ഞാനവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ദിവാസന്മാർക്കെല്ലാം പറയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരുത്തൻ മദ്യപിക്കുന്ന അവൻ്റെ സ്വാതന്ത്ര്യമാണ്, അതിന് നമ്മൾ കൈകടത്തണ്ട. അവൻ്റെ അപ്പനെ അവൻ എടുക്കുന്നതും അവൻ്റെ അവകാശ. പക്ഷേ ഈ സഭ നികുതി അടയ്ക്കുന്ന ഭൂമിയിലേക്ക് ആര് കയറണമെന്ന് നമ്മൾ തീരുമാനിക്കും. മനസ്സിലായില്ലേ? സഭ ടാക്സ് ചെയ്യുന്ന ഭൂമിയിലേക്ക് ഈ വെള്ളവടിയൻ ഇവിടെ കയറി വന്നിട്ട് ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നമ്മളിങ്ങനെ നിൽക്കുക. നമ്മൾ വായിക്കുക, സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ എന്ന് പറഞ്ഞു. ഇവൻ്റെ തേജസ്സും കൊണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് കയറി വന്നാൽ അത് നടക്കില്ല. ഇതിന് പുറത്ത് നിൽക്കേണ്ടി വരും. പുറത്ത് നിർത്തണം. കാരണം നമ്മൾ കിടക്കുന്ന ഭൂമിയിൽ ആര് കയറണമെന്ന് ചർച്ച തീരുമാനിക്കുന്നത്. അതേ പറഞ്ഞേ, വെള്ളമടിച്ചിട്ട് ഷോ കാണിക്കുക അവിടെ കിടന്ന്. സ്നേഹിത, ബോഡി സുപ്രധാനമാണ്, ശരീരം സുപ്രധാനമാണ്. നമ്മുടെ ഓർമ്മയിലേക്ക് അമ്മയെ ഓർമ്മ വരുന്നത് ശരീരം കൊണ്ടാണ്. അപ്പനെ ഓർമ്മ വരുന്നതും കണ്ണ് നിറയുന്നതും ആ ശരീരം കൊണ്ടാണ്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് അപ്പനെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ ത്രസിക്കുന്നത് ആ ശരീരമാണ് നമ്മൾ ഓർക്കുന്നത്. ശരീരം സുപ്രധാനം. അത് തിരുവെടുത്തേ പറഞ്ഞുള്ളൂ. ശരീരവും പ്രധാനമാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല, അത് ആത്യന്തിക പ്രാധാന്യമുള്ളതാണ്. കാരണം ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കാൻ നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ ആക്ടിവിറ്റി അതനുസരിച്ചാണ് നമ്മുടെ ആത്മാവിൻ്റെ നിത്യത. അതായത് ബുദ്ധിയുടെ, ചിന്തയുടെ, വികാരവിചാരങ്ങളുടെ പ്രമാണങ്ങൾ അടക്കി വച്ചിരിക്കുന്ന ദേഹി ഒരു ഓർഡർ കൊടുക്കുന്നു. ആ ഓർഡർ ബോഡി ഏറ്റെടുത്തിട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ തിരിച്ച് ഈ മെസ്സേജ് അങ്ങോട്ട് വിടുന്നു. അത് വിവേകത്തിന് കൈമാറുന്നു. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തിരിച്ച് ബോഡിക്ക് കൊടുത്തിട്ട് ബോഡി പിന്നെ ചെയ്താൽ അതിൻ്റെ പേരാണ് പാപം.
അതിന് തക്കവണ്ണം ശിക്ഷ കിട്ടുന്നത് ആത്മാവിന്. അതുകൊണ്ട് ആത്മാവ് ഞരങ്ങിക്കൊണ്ട് പാർക്കുന്നു. വ്യത്യസ്ത പ്രമാണങ്ങളുടെ സംഘർഷ ഭൂമിയാണ് നമ്മുടെ ശരീരം. 3 പ്രമാണങ്ങൾ, 2 പ്രമാണം എന്നാണ് പൗലോസ് പറയുന്നത്. അതിൻ്റെ സജഷൻ കൊടുക്കുന്ന ദേഹി ഇങ്ങോട്ട് സജഷൻ കൊടുക്കുക. ആ ചിന്ത അവനിൽ പാപം ചെയ്യാൻ പ്രേരണയുണ്ടാക്കുമ്പോൾ വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ ആ സന്ദേശം തിരിച്ച് ദേഹിക്ക് വിട്ടിട്ട്, മനസാക്ഷിക്ക് വിട്ടിട്ട് അതൊന്നുകൂടി ദൈവകൃപയ്ക്ക് വിധേയമാക്കി പുനരാവിഷ്കരിച്ച് ശരീരം അതിൽ നിന്ന് ജയിക്കുമ്പോൾ നമ്മൾ ജയിക്കുന്നു. പക്ഷെ ഇത് സ്വന്തം കഴിവ് കൊണ്ട് മനുഷ്യന് സാധിക്കില്ല. അത് പിന്നെങ്ങനെ? ഇതാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. നമുക്ക് അവിടേക്ക് വരാം. ഇവിടെ ഞാൻ പറഞ്ഞു, ഒരുവൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ പറഞ്ഞ് പരിഹരിക്കാൻ കുറേയൊക്കെ നമുക്ക് പറ്റും. കോമ്പൗണ്ടുകളായ ഒഫൻസസ് ഉണ്ട്, തർക്കങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം. അത്യാവശ്യം അതിനുള്ള സംവിധാനവും വേണം. എന്നാൽ ചില കാര്യങ്ങൾ നമുക്കിവിടെ പരിഹരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരാൾക്കിട്ട് തല്ലി, അല്ലെങ്കിൽ അരിശം മൂത്ത വഴിക്ക് ഒരുത്തൻ ഭാര്യയെ തല്ലി, അവരങ്ങ് താഴെ വീണ് മരിച്ചുപോയി. ഇത് കണ്ടിട്ട് ആൾക്കാർ കൂടിയപ്പോൾ പുള്ളി പറയാം, ഓ ഒന്ന് ഓർത്ത് ചെയ്തല്ലെന്നേ, അബദ്ധം പറ്റിപ്പോയാൽ വീട്ടുകളാ, ചുമ്മാ നിസാര കാര്യം. അങ്ങനെ വിട്ടാൽ നമ്മൾ വിട്ടു, പക്ഷെ ഗവൺമെൻറ് വിട്ടിട്ടില്ല, അകത്ത് പോകും. അത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, ക്രിമിനൽ ഒഫൻസാണ്, അകത്ത് പോകും ഉറപ്പാണ്. പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കാണിക്കുക, കുഞ്ഞുങ്ങളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. നോ, പാപത്തിൻ്റെ ശമ്പളം. നീ അകത്തേക്ക് പോക്കോ, അവിടെ കിടക്കണം. ചിലപ്പോൾ വധശിക്ഷ വരെ കിട്ടാം. അപൂർവങ്ങളിൽ അപൂർവം വധശിക്ഷ കിട്ടാം. റയറസ്റ്റ് ഓഫ് റയർ. അത് വാദത്തിൽ തെളിഞ്ഞാൽ ആളിന് വധശിക്ഷ കിട്ടാം. യാതൊരു വഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദൈവം മനുഷ്യനെ മരണത്തിനായിട്ടല്ല സൃഷ്ടിച്ചത്, മനുഷ്യൻ ചൂസ് ചെയ്താണത്. മനുഷ്യൻ തിരഞ്ഞെടുത്ത വഴിയത്. ഇവിടെ ഒരു കാര്യം, തെറ്റ് ചെയ്തൊരു മനുഷ്യന് ഇടനില നിൽക്കാൻ കഴിയണമെങ്കിൽ ആര് നിൽക്കണം? ഞാനും വിൻസി പാസ്റ്ററും തമ്മിൽ, ഞങ്ങൾ അടുത്ത താമസിക്കുന്ന കൂട്ടുകാർ, ഒരതിര് തർക്കമുണ്ടായി. ഈ അതിരിന് പലപ്പോഴും നിൽക്കുന്ന പ്ലാവോ ആഞ്ഞിലിയോ വലിയ പ്രശ്നമാണ്. പഴയ കാരണന്മാർ ഏറ്റവും വലിയ കുഴപ്പം ഇത് അവിടെ തന്നെ ഉണ്ട്, കുഴിച്ചു വെക്കും. ഇതാകെ പ്രശ്നമാണ്. ഒത്തിരി നന്മ അവർ ചെയ്തെങ്കിലും ഇത് വലിയൊരു തിന്മയായിപ്പോൾ. ഈ ഒരു സാധനം അതിരിന് തന്നെ ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ ഭയങ്കര പ്രശ്നമായി. അതിൻ്റെ വേര് മുഴുവൻ എൻ്റെ പറമ്പിലേക്ക്, ശിഖരം മുഴുവൻ അങ്ങോട്ട്. ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അവിടെയൊക്കെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒന്ന് പരിഹരിക്കണം. അച്ഛൻ വിൻസി പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെങ്ങ് വിട്ടു. പക്ഷെ ഒരു കാര്യം, അദ്ദേഹം വിട്ടു, പുള്ളിക്ക് നീതി കിട്ടിയില്ല. അപ്പോൾ നീതി ആര് കൊടുക്കണം? ഇടനിലക്കാരൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അച്ഛൻ ആഞ്ഞിലിയുടെ കാശിങ്ങിതാ. അപ്പോൾ അച്ഛന് നഷ്ടം. അപ്പോൾ എന്നോട് പറഞ്ഞങ്ങ് വിട്. ഞാൻ പറഞ്ഞു വിടാം. അപ്പോൾ എനിക്ക് നീതി കിട്ടിയില്ല. മനുഷ്യന് ഇത്രയും മധ്യസ്ഥ അണയ്ക്കാൻ പറ്റുമെന്നായി പറഞ്ഞു. ഒരു നഷ്ടം ഉറപ്പാണ്. പിടിയോ? ഒരു നഷ്ടം. നമ്മൾ നഷ്ടം സഹിക്കണമെന്ന് അത് വേറൊരു കാര്യം. പക്ഷേ മനുഷ്യൻ മധ്യസ്ഥനായാൽ ഒരു നഷ്ടം ഉറപ്പ്. ഇനി ഒരു വഴിയുണ്ട് രക്ഷിക്കാൻ. എന്താ കാര്യം എന്നറിയണ്ടേ? എനിക്കെൻ്റെ നഷ്ടം മുഴുവൻ മധ്യസ്ഥം തീർത്തു തരണം. പാസ നഷ്ടവും മധ്യസ്ഥം തീർത്തു തരണം സന്തോഷത്തോടെ. എന്തു ചെയ്യും? ഇങ്ങനൊരു മധ്യസ്ഥൻ ഭൂമിയിൽ ഉണ്ടാവില്ല. എത്ര കണ്ട് ചെയ്യാൻ പറ്റും? പരിധിയില്ലേ? എല്ലാ മനുഷ്യനും ഈ പരിധിയുണ്ട്. ആഗ്രഹമുണ്ട് ഈ പ്രശ്നം തീരാൻ, ഞാനും കൊടുത്തേക്കാന്ന് വെക്കാം, പക്ഷെ അതും ത്യാഗം സഹിച്ച് ചെയ്യണം. അപ്പോൾ ദൈവവും ഞാനും തമ്മിൽ അകന്നുപോയി. പണ്ട് മനുഷ്യനും തമ്മിൽ, ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ പറഞ്ഞിണക്കാൻ ഒരാളില്ല, ആർക്കും സാധിക്കില്ല പ്രശ്നം തീർക്കാൻ. ആദമ്യകുലവും ദൈവവും തമ്മിൽ അകന്നുപോയ ബന്ധം പുനഃസ്ഥാപിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. എന്തു ചെയ്യും? ഉദാഹരണം പറയാം. ഈ ഗവൺമെൻറ്റും കോടതിയും തമ്മിൽ പലപ്പോഴും ഭയങ്കര സംഘട്ടന. രണ്ട് വഴിക്ക് അഭിപ്രായം വരും. ഞാനിപ്പോഴും വാർത്ത കണ്ടിട്ട് വരുമ്പോൾ കോടതിയും ഗവൺമെൻറ്റും രണ്ട് വഴിക്ക് പ്രശ്നമാണ്. വലിയ വിഷയത്തെ നീക്കുക. അതിന് ഞാൻ മറ്റൊരു എക്സാമ്പിൾ സമകാലിക വിഷയമൊക്കെ വിടുന്നു. അത് പൊളിറ്റിക്സ് വരാനിടയുള്ളതുകൊണ്ട് അതങ്ങ് വിടുന്നു.
മറ്റൊന്ന് പറയാം. ഒരു 500 കുട്ടികൾ തൊട്ടടുത്ത നഴ്സിംഗ് കോളേജിൽ പഠിച്ചു. സർക്കാർ NOC കൊടുത്ത് എല്ലാം റെഡിയായിരുന്നു. പക്ഷേ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ ആ ഫീസൊന്നും കൊടുത്ത് പുതുക്കിയില്ല. കുട്ടികളുടെ ഭാവി അവതാളത്തിൽ. നേഴ്സിംഗ് കൗൺസിൽ കൈമലർത്തി, രക്ഷയില്ല. കോളേജ് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മുൻ വർഷങ്ങളിലൊക്കെ സംഭവിച്ചു, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, നിയമം കർശനമായി, ഞങ്ങൾക്ക് പറ്റില്ല. കുട്ടികൾ കോർട്ടിൽ എത്ര കോർട്ടിൽ ഒരു കാര്യം ഉറപ്പ്, ഈ കുട്ടികൾ ഫിറ്റല്ല. കാരണം കോളേജ് ശരിയല്ല. ഗവൺമെൻറ് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, 4.5 കൊല്ലം കുഞ്ഞുങ്ങളുടെ ഭാവി, 5 വർഷം തത്വത്തിൽ വരും, എത്ര ലക്ഷം രൂപ. ഈ കണ്ണും പൂട്ടി കയ്യിൽ തുലാസം കൊണ്ടിരിക്കുന്ന ആ സ്റ്റാച്യു ഉണ്ടല്ലോ, മുമ്പ് നിൽക്കുന്ന ആരാന്ന് കാണണ്ട, അതിനാ കണ്ണ് കെട്ടിവെച്ചേക്കുന്നത്, കുഞ്ഞാണോ തള്ളയാണോ ഇത് അറിയണ്ട, അതിനാ ഇങ്ങനെ നിൽക്കുന്നേ. നോ, ഇത് കരുണയുടെ സ്ഥലമല്ല, നീതി മാത്രം, നിയമം മാത്രം. ഇതാണ് കോർട്ട്. അതുകൊണ്ട് കേൾക്കുമ്പോൾ ഇത് എളുപ്പമാണെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ചിലർ അന്നേരം തലകറങ്ങി വീഴുന്നുണ്ടോ, പുരക്ഷി തലൈവിയൊക്കെ വീണുണ്ടോ, അവിടെ വീഴും. അതാ സംഗതി, കളി മാറും. അവിടെ നിൽക്കുക, ഇങ്ങനെ രക്ഷയില്ല. അവസാനം കോടതിക്കടുത്ത് വീണ്ടും ഇത് ഒരു റിവ്യൂ പെറ്റീഷനൊക്കെ ആയിട്ട് ചെന്ന് കോടതി ഒരു ക്രമീകരണം ചെയ്തു. കോടതിക്കും ഗവൺമെൻറ്റിനും ഇടയിൽ ഈ തർക്കം തീർക്കാൻ ഒരു അമിക്കസ് ക്യൂറി, അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ബിറ്റ്വീൻ കോർട്ട് ആൻഡ് ഗവൺമെൻറ്, അദ്ദേഹം വന്നു, ഹിയറിംഗ് നടത്തി. കോർട്ടിനോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യണേ, നീട്ടിത്തരണേ സമയം. അങ്ങോട്ട് പറഞ്ഞു ഗവൺമെൻറ്റിനോട്, ഈ കുട്ടികൾക്ക് നിയമപരിരക്ഷ ലഭിക്കത്തക്ക വിധം നിയമം ഭേദഗതി ചെയ്ത് ഒരു മുൻകാല പ്രാബല്യമുണ്ടാക്കി കുട്ടികളെ ഇതിനകത്ത് കയറ്റുക. അപ്പോൾ പിന്നെ അവിടെ ശരിയാവും. ഇത്ര അറിയണമെങ്കിൽ 2 കാര്യമാണ്. ഒന്ന്, കോർട്ടിനെക്കുറിച്ച് അറിയണം, നിയമം അറിയണം ശരിക്ക്. 2, ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വ്യത മനസ്സിലാകണം, സർക്കാരാകപ്പെട്ട വിഷമവൃത്തം മനസ്സിലാകണം. ഇത് 2ഉം അറിയാൻ കഴിയണമെങ്കിൽ നീതിയുടെ ശബ്ദം കൊണ്ട് മാത്രം ഇരുന്നാൽ ഇവിടെ കരുണ കിട്ടത്തില്ല. കരുണ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നീതി കിട്ടത്തില്ല. കരുണയും നീതിയും തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്ന 2 കാര്യങ്ങളാണ്. കരുണ കൊടുത്തേ പറ്റൂ, അത് എസൻഷ്യലാ. പക്ഷേ നീതി നടപ്പിലാക്കാൻ കരുണ കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇവ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഇരിക്കുന്ന നമ്മൾ നീതിക്ക് വേണ്ടി വാദിച്ചാൽ കരുണ എന്ന പദം അപ്രസക്തമാകും. കരുണയ്ക്ക് വേണ്ടി വാദിച്ചാൽ നീതി കിട്ടാതെ പോകും. ഇവ 2 വഴിക്ക് പോകുമ്പോൾ ഒരേ സമയം ഇവർ 2 അറിയുന്ന ഒരുവനുണ്ടോ? അങ്ങനെ ഒരാളായി അമിക്കസ് ക്യൂറി വന്നേ. എന്താ കാര്യം എന്നറിയണ്ടേ? ഈ വന്നിരിക്കുന്ന കക്ഷി ഒരേ സമയം കോടതിയുടെ ആളാണ്, ഒത്തിരി വിധി പറഞ്ഞ ശീലമുള്ള, ഒത്തിരി കമ്മീഷനായി പോയിട്ടുള്ള, ഒത്തിരി എന്താ പറയുക, വലിയ പ്രമാദ കേസുകൾ വാദിച്ച് ശീലമുള്ള, അനുഭവപരിചയമുള്ള ഒരു നിയമജ്ഞനാണ് ഈ വന്നിരിക്കുന്നത്. അയാൾക്ക് ശരിക്കറിയാം കോടതിയെ. കോടതിക്ക് വിശ്വാസമാണ്, നമുക്കും വിശ്വാസമാണ്. കാരണം ഒരു കരുണ കാണിക്കാനായി വന്നിരിക്കുന്നത്. നമ്മുടെ പ്രകൃതി അറിഞ്ഞ് നമുക്ക് വേണ്ടി ഒരുവൻ ഒരു മധ്യസ്ഥനായി, അതാണ് യേശു കർത്താവ്. ഒരേ സമയം അവൻ ദൈവത്തിൻ്റെ അരികിൽ നിന്ന, അതേ സമയം അവൻ മനുഷ്യനുമാണ്. മനുഷ്യനായിരുന്നു കൊണ്ട് എൻ്റെ പാപങ്ങളെ, എൻ്റെ ഭാരങ്ങളെ, എൻ്റെ വേദനകളെ അറിയുന്നു. അതേ സമയം ദൈവത്തിൻ്റെ നീതി അവൻ കൃത്യം നടപ്പിലാക്കാൻ പാകത്തിന് ഒരുപോലെ തയ്യാറായി വരുന്നു. മനുഷ്യന് വേണ്ടി കരുണയും ദൈവത്തിൻ്റെ നീതിയും ഒരുപോലെ പ്രദർശിപ്പിക്കാൻ തയ്യാറെടുത്ത് വരുന്ന ആ കരുണാമയന്റെ പേരാ കർത്താവായ യേശു ക്രിസ്തു. അവനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമത്തോട് സുവിശേഷത്തിന്റെ സാരാംശം ഇങ്ങനെ ഘോഷിക്കട്ടെ: മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. പ്രിയരേ, ഇതിൽ മറ്റൊരു മാർമിക സത്യം കൂടിയുണ്ട്. ഈ ദൈവം നേരിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ദൈവം വരുമ്പോൾ പാപിയായ ഞാൻ പറയും, അയ്യോ അങ്ങ് വരരുത്, ഞാൻ കുഴപ്പം പിടിച്ചൊരാളാണ്, ഞാൻ കുറ്റവാളിയാ, ഞാൻ ചീത്തയാ, വരല്ലേ.
മാറിപ്പോകും. ദൈവത്തിൻ്റെ അരികിലേക്ക് ഞാൻ ചെന്നാലോ പ്രാപിക്കാനാവാത്ത വിശുദ്ധിയുടെ, നീതിബോധത്തിൻ്റെ, സർവശക്തിയുടെ ഉത്തുംഗ ശൃംഖങ്ങളിലിരിക്കുന്ന ദൈവത്തെ എനിക്ക് ചെന്ന് പ്രാപിക്കാനും കഴിയില്ല. ഞങ്ങൾക്ക് രണ്ടിനുമിടയിൽ ഒരു മധ്യസ്ഥൻ വന്നാൽ ദൈവത്തെ എന്നിലേക്കും എന്നെ ദൈവത്തിങ്കിലേക്കും ഒരുപോലെ അടുപ്പിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടാകും. അതാ യേശുക്രിസ്തുവിൻ്റെ ജഡത്തിലെ വെളിപ്പെടലിൻ്റെ ആത്യന്തിക കാരണം. യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതെന്തിന്? ആത്യന്തികമായ കാരണമതാ. അതിന് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഈ പ്രായമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ എല്ലാവരും ചെറുപ്പക്കാരായിട്ടാണ് വരുന്നത്. ഡൈ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞല്ല, ഡൈ ചെയ്യണം. കാരണം പൗലോസ് വരെ ഡൈ ചെയ്തായിട്ടാണ് ബൈബിളിൽ കിടക്കുന്നത്. പൗലോസ്ലിഹ ഡൈ ചെയ്തായിട്ട് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ മനസ്സിലാകും ഐ ഡൈ എവരി ഡേ എന്ന്. മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ കാര്യമാണോ? പോട്ടെ, ഇംഗ്ലീഷ് വായിച്ച് നോക്കണം. ഐ ഡൈ എവരി ഡേ, എല്ലാ ദിവസവും. നമ്മളാണെങ്കിൽ വല്ലപ്പോഴും ഉള്ളൂ. പോട്ടെ, ഈ പ്രായമുള്ള ആളുകൾ, നമ്മുടെ അപ്പന്മാർ, ആ പ്രായമുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ചെറുപ്പക്കാർ അറിയാത്തൊരു രഹസ്യം. ഞങ്ങളുടെയൊക്കെ ഈ കാരണവന്മാർ, അല്ലെ നമ്മുടെ ആ പ്രായത്തിലുള്ളൊരു കാരണവന്മാർ വല്ലാത്ത നീതിബോധത്തിൻ്റെ ആധിക്യം കൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. സ്ട്രിക്റ്റ് പറഞ്ഞാൽ അനങ്ങാൻ പറ്റാത്ത കാർക്കശ ബുദ്ധിയില്ല ഈ അപ്പൻ വളർത്തുന്നത്. പഴയ ആളോട് ചോദിച്ചാൽ അറിയാം. നമുക്ക് റോഡിൻ്റെ അരികിൽ നിൽക്കാൻ പറ്റില്ല, ക്ലബിൻ്റെ അവിടെ നിൽക്കാൻ പറ്റുകയില്ല, വെറ്റിഷെട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല, വീട്ടിൽ കുറച്ചേരം ഇരിക്കാൻ പറ്റുകയില്ല. റോഡിൽ നമ്മളെ കണ്ടാൽ ഒരടി ഉറപ്പ്. അപ്പൻ മാത്രമല്ല, മൂത്ത ചേട്ടനും പുള്ളിയുടെ വക വേറെ. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ അപ്പന്മാരുണ്ടായിരുന്നു. എൻ്റെ ചേട്ടനൊക്കെ വഴി കണ്ടിട്ട് ഒറ്റ അടിയാണ്. ഇന്നൊരു എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്തിനാണ്. ഈ അടുത്ത കാലത്തൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, എന്തിനാ തല്ലല്ല. അതിനൊരു ധൈര്യം വരുന്നില്ല. അടി ഉറപ്പ്. ഇങ്ങനെ അടി ഉറപ്പെന്ന് മാത്രമല്ല, നമ്മുടെ ആ നിലവാരത്തിന് ചേരാത്ത വിധത്തിൽ അപ്പൻ്റെ ആക്ഷൻ. PTA വന്നാൽ സാറിനോട് പറയും ഇവനിട്ട് 2 കൊടുത്തേക്കണമെന്ന്. എന്തിനാന്നൊരു പിടിയില്ല. പിന്നെ സാറിൻ്റെ വക വേറെ, വീട്ടിൽ ചെന്നാൽ വേറെ, ഒരു സ്വസ്ഥതയില്ല. പുതിയ കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. ചുരുക്കി പറഞ്ഞാൽ അപ്പനൊരു വല്ലാത്ത പ്രശ്നമായിരുന്നു നമുക്ക്. ഇതൊക്കെ ആണെങ്കിലും തിരിഞ്ഞിരുന്ന് ചിന്തിക്കുമ്പോൾ എത്ര ചിന്തിച്ചിട്ടും ഒരു സന്തോഷം. ലോകത്തെവിടെയും ചെല്ലുമ്പോൾ പറയും ഈ അപ്പൻ തന്നെയാ എൻ്റെ അപ്പൻ. അഭിമാനബോധം വലുതല്ലേ? കാരണം ഈ അപ്പൻ്റെ സ്നേഹം പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. ഈ അപ്പൻ്റെ സ്നേഹം മനസ്സിലാക്കാനൊരു കാര്യമുണ്ട്. നമ്മുടെ അപ്പൻ്റെ സ്നേഹമുണ്ടെന്ന് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? നമുക്കൊരു കുഞ്ഞു ജനിച്ചപ്പോൾ ആ മോശയുടെ അപ്പൻ ഈ കുഞ്ഞിനെ നമ്മുടെ കയ്യിലോട്ട് തരുന്നില്ല. പുള്ളി ഇങ്ങനെ കൊണ്ടങ്ങ് നടക്കുക. നീ അപ്പൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വരുമ്പോഴേ പറയും, ഈ പഴയ കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ചേക്കല്ലേ, ഇങ്ങോട്ട് കയറി വരുമ്പോൾ പറയും, ആരാടി ഇത് ഇവിടെ വെച്ചേ? ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഈ മുറ്റത്തെന്താ ഇല വീണ് കിടക്കുന്നത്? ഈ റൂമെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഭയങ്കര സ്ട്രിക്റ്റാണ്, ഭയങ്കര ശുദ്ധവൃത്തിയാണ് വീട്ടിലൊക്കെ. ഇങ്ങനെയുള്ള ഈ അപ്പനെ ഈ കൊച്ചുമകൻ കൊണ്ടു കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? അവൻ കാടിച്ച് തുപ്പി നിലത്തിട്ട് ചവിട്ടിയ കടലമുട്ടായി വല്യപ്പ വായം തുറന്ന് ഇങ്ങനെ തിരികെ അതിലേക്ക് കയറ്റിയ ഒരു കുഴപ്പമില്ല, പുള്ളി തിന്നുന്നുണ്ടോ? അല്ല, കണ്ടോ? നിങ്ങളവനെ ഞാൻ തല്ലി നോക്കിക്ക്. അപ്പം നിങ്ങൾക്ക് കിട്ടാൻ നേരവും തല്ലും. നമ്മുടെ കാര്യം പോക്കാം. തീർന്നില്ല. ഈ അപ്പൻ ജീവിതത്തിൽ എപ്പോഴും ഈ കുഞ്ഞിലൂടെ പുതിയൊരാനന്ദം അനുഭവിക്കുക, ഈ കൊച്ചുമകനിലൂടെ. മറ്റൊരു വസ്തുത പറഞ്ഞാൽ, ഈ ഗൾഫിലും അമേരിക്കയിലൊക്കെ ജോലിക്കായി 2 പേരും പോയെന്ന് കൂട്ടിക്കോ. അപ്പോൾ കുഞ്ഞിനെ പിടിച്ച് നമ്മൾ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത്, മാതാപിതാക്കളുടെ അടുത്ത് ആക്കിയിട്ട് പോയി. ഒരു 6 മാസം കഴിഞ്ഞ് വന്ന് ഇവൻ വീരപ്പനേക്കാൾ കഷ്ടമായിരിക്കും. നമ്മൾ വിശ്വസിച്ച് പോയെന്താ, അപ്പനിപ്പോൾ കറക്റ്റായിട്ട് നോക്കും, പക്ഷെ തല്ലുന്നില്ല, വഴക്ക് പറയുന്നില്ല. അപ്പൻ ഇവനെ സ്നേഹിച്ചൊരു പരുവാക്കി.
കൊച്ചു കുട്ടികളല്ലേ അമ്മമാർ, 10, 20, 22, 30 വയസ്സിനൊക്കെ താഴെയുള്ള കുഞ്ഞിനെ ഒന്ന് തല്ലി നോക്കിക്ക്. ആ വീട്ടിലെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് പിടിച്ചൊരു വലി, നിൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നല്ലതല്ല, പൊക്കോ. സമ്മതിക്കില്ല. നിങ്ങളും വല്യമ്മയാകുമ്പോൾ ഇതേ നടക്കൂ. കുഞ്ഞിനെ തല്ലുന്ന ഇഷ്ടമല്ല. അന്നാ നമ്മൾ മനസ്സിലാക്കിയ അപ്പന് എന്നോട് സ്നേഹമുണ്ടായിരുന്നു. തല്ലിയതൊക്കെ സ്നേഹം കൊണ്ടാണ്. ആരും കാണാതെ പഠിക്കാതൊക്കെ ഇരുന്ന ഘട്ടത്തിൽ പറഞ്ഞു ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞ അപ്പന് അന്ന് മുതൽ വേദനയാണ്. പുറത്തിറക്കി നിർത്തി രാത്രി മുഴുവൻ അപ്പന് ഉള്ളിൽ ദുഃഖം. അപ്പന് ഉറങ്ങിയിട്ടില്ല. പക്ഷേ ഞാൻ വഷളാകാതിരിക്കാൻ അപ്പൻ കാട്ടിച്ച ആ ജാഗ്രത കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അല്ല, ഇവിടെ കാണത്തില്ലായിരുന്നു, ഉറപ്പ് കേസാണ്. അല്ലേ ലുയ്യ? ആ, എന്നാലേ ഈ അപ്പൻ ഒരിക്കലും തൻ്റെ വേദനയും കഷ്ടപ്പാടും ഒന്നും നമ്മളോട് പറഞ്ഞില്ല. ഇന്ന് നമ്മൾ അപ്പനായപ്പോഴാണ് അപ്പൻ്റെ ഉത്തരവാദിത്വമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. സ്വർഗത്തിലെ അപ്പനും ഇങ്ങനായിരുന്നു. നമ്മളോട് കലഹിച്ച് കഴിഞ്ഞ ആളാണ്, പിണങ്ങിയതല്ല. ഈ പിണക്കം മാറിയതേ യേശു വന്നപ്പോഴാണ്. ഹല്ലേലൂയ. യേശു ഇടനിലക്കാരനായി വന്നപ്പോൾ നമ്മളെ താങ്ങിയെടുത്ത് പിതാവിൻ്റെ അരികിലേക്ക് ഒല്ലില്ലെന്ന് കണ്ട് അപ്പോസ്തലൻ പറയുക, കൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോഴാണ് നമ്മൾ ദൈവകുഞ്ഞുങ്ങളായത്. അപ്പോൾ ഇതെന്തിനാ ഉദ്ബോധിപ്പിച്ചെന്നറിയണ്ടേ? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ പുത്രൻ വന്നു. മനുഷ്യരാശി മുഴുവൻ ചെയ്ത പാപം, അതിൻ്റെ ഖനം, അതിനെ തൂക്കിയെടുത്തൊരു തുലാസിൽ വെച്ചപ്പോൾ അതിന് തുല്യമായി ഒന്നും കൊടുക്കാൻ മനുഷ്യരാശി മുഴുവൻ ശ്രമിച്ചിട്ട് കഴിയാതെ വന്നപ്പോൾ ഉലകത്തിൽ പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപസംബന്ധമായി ജനിക്കാത്തവൻ, സ്ത്രീയുടെ ഇഷ്ടത്താലോ പുരുഷന്റെ താല്പര്യത്താലോ അല്ലാതെ ജനിച്ചവൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായ ആ ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ട് പ്രാണനെ പ്രായച്ചിത്തമായി ചെയ്ത് തന്നപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ കുറ്റം അവിടെ നിക്ഷേപിച്ചു. ഇത് നമ്മൾ വിശുദ്ധരായി. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി. നമ്മൾ വിശുദ്ധരായി എന്നാരാ പറഞ്ഞേ? നമ്മളെ കർത്താവ്. ചിലർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമ്മൾ വിശുദ്ധരാന്ന് പറഞ്ഞിട്ട്. നമ്മൾ വിശുദ്ധരാന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തിലേക്കും ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുന്നത് നേരാണോ? ആരുടെ കാര്യം ഈ പറഞ്ഞതെന്നല്ലേ? നമ്മുടെ കാര്യം സംശയിക്കണ്ട. എന്താ കാര്യം? വിശുദ്ധരായതെങ്ങനെ? നമ്മൾ മഹാനായ അലക്സാണ്ടർക്കൊരു കുതിര ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ബ്യൂസി ഫാലസ് എന്നായിരുന്നു. ആശാൻ ഇതിൻ്റെ മീതെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പെൺകുതിരയാണ്. ഈ കുതിര ഒരു യാത്രയിൽ ഈ അലക്സാണ്ടറെ എടുത്ത് കുടഞ്ഞൊരേറ്. അഗാധ കുഴിയിലേക്ക് അലക്സാണ്ടർ വീഴാൻ തുടങ്ങുമ്പോൾ ഒരു പടയാളി ഓടി വന്നു അലക്സാണ്ടറെ ഇങ്ങനെ താങ്ങി കോരിയെടുത്ത് മാറ്റി നിർത്തി വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചു. ആളുകൾ പലവഴിക്ക് ചിതറിയോടി. ഈ മനുഷ്യൻ ഓടിച്ചെന്ന് ഈ കുതിരയെ കടിഞ്ഞാണ് പിടിച്ചവിടെ നിർത്തി തളച്ചു. അലക്സാണ്ടർ വന്നിട്ട് പറഞ്ഞു, ഓ ക്യാപ്റ്റൻ, നീ എൻ്റെ പ്രാണനെയാണ് രക്ഷിച്ചത്. ഈ പാവം മനുഷ്യൻ പറഞ്ഞു, പ്രഭു, ഞാൻ ക്യാപ്റ്റനൊന്നുമല്ല, ഞാനൊരു സാധാ പട്ടാളക്കാരൻ. എൻ്റെ അറിവും വിദ്യാഭ്യാസവും പ്രാപ്തിക്കും അനുസരിച്ച് ഉയരാവുന്ന പരമാവധി ഉയർന്നു. ഇനി എനിക്ക് ക്യാപ്റ്റനാകാനുള്ള ഒരു ചാൻസും ഇല്ല. എൻ്റെ എത്രയോ തസ്തിക മുകളിലാണ് ക്യാപ്റ്റൻ. അലക്സാണ്ടർ പറഞ്ഞു, നോ, നീയാണ് ക്യാപ്റ്റൻ. അവൻ അന്തിച്ചു നിന്നപ്പോൾ അലക്സാണ്ടർ വിചരിച്ചു കൊടുത്തു, എടാ, നിന്നെ ക്യാപ്റ്റനാക്കുന്നതും ആക്കാതിരിക്കുന്നതും ഈ നാക്കാ. ഞാൻ പറഞ്ഞ നീ ക്യാപ്റ്റനാ. ഏത് സാധാരണ മനുഷ്യനെയും നോക്കി ഞാൻ പറയുക, നീയാ ക്യാപ്റ്റൻ, നീയാ കളക്ടർ, നീയാ മന്ത്രി എന്ന് ഞാൻ പറഞ്ഞാൽ, പറയാൻ അധികാരമുള്ള ഞാൻ പറയുക നീയാ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും പേര് വെട്ടാൻ പറ്റില്ല. പിടികിട്ടിയോ? യോഗ്യതയായിരുന്നില്ല, ഇതാ കരുണ.
എന്നിട്ട് ഇങ്ങനെ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും ദൈവമക്കളുമായിട്ട് ഇന്ന് രാത്രിയോട് വന്നത്. പറയേണ്ടവൻ പറഞ്ഞപ്പോൾ നമ്മൾ വിശുദ്ധരായി, പറയേണ്ടവർ പറഞ്ഞപ്പോൾ നമ്മൾ ദൈവമക്കളായി. അതുകൊണ്ട് ആ അധികാരത്തോടെ, ആ അവകാശത്തോടെയാ നമ്മൾ കർത്തൃസന്നിധിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറൊരു കാര്യം അറിയോ? ഓൾഡ് ടെസ്റ്റമെന്റ് മുഴുവൻ വായിച്ചാൽ ദൈവത്തെ ആരും പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. അതിനൊരു അപവാദമായി കാണുന്നത് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രയേലിൻ്റെ തേരും തേരാളികളും എലീശ പറയുന്നുണ്ട്. അതർത്ഥം വേറൊരു സന്ദർഭമാണ്. ബാക്കി മുഴുവൻ ബൈബിളും എടുത്താൽ നിങ്ങൾക്ക് കാണാം, മനുഷ്യൻ ദൈവത്തെ ഭയന്നു, അവൻ ഇസഹാക്കിൻ്റെ ഭയമായവൻ. ദാവീദ് ദൂരത്തുനിന്ന്, അബ്രഹാം ദൂരത്തുനിന്ന് കണ്ട് അഭിവന്ദിച്ചവൻ. സകല മതങ്ങളും ദൈവത്തെ സ്ഥാനപ്പേർ ചൊല്ലിയാ വിളിക്കുന്നത്. ഈശ്വര എന്നോ അങ്ങനെയൊക്കെയുള്ള പേരുകളാ വിളിക്കുന്ന. യാഹ്വേ, ഈശ്വര, ഇതൊക്കെ വിളിക്കുന്നത്. ബട്ട് യു നോ ഹൗ വി പീപ്പിൾ ക്രിസ്ത്യൻസ് അഡ്രസ്സിംഗ് ഗാഡ്. ഓൺലി വി പീപ്പിൾ ക്രിസ്ത്യൻസ് അഡ്രസ്സിംഗ് ഗോഡ് ആസ് ഫാദർ. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ മാർഗമേ ഉലകത്തിലുള്ളൂ. അത് യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗമാണ്. അതുകൊണ്ട് നമ്മളുടെ ആരാധന മുഴുവൻ ആ സത്യദൈവത്തെ ഹൃദയം തുറന്ന് വിളിക്കുന്ന ആ പൈതൃക ബോധമാണ് ആരാധന. അങ്ങനെയാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്. സഹോദരന് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ കഴിയാതിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ഒരുവൻ വന്ന് നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മെ സ്വതന്ത്രരാക്കി. ഈ പ്രഖ്യാപനത്തിൻ്റെ പേരാ സുവിശേഷം. ഇത് മുഴുവൻ മനുഷ്യരാശിക്കുമുള്ളതാണ്. എല്ലായിടത്തുമുള്ള എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് സുവിശേഷം. എക്കാലഘട്ടത്തിലെയും മനുഷ്യർക്കുള്ളതാണ് സുവിശേഷം. അതുകൊണ്ടാ 2000 ആണ്ടുകൾക്കപ്പുറത്ത് കാൽവരുടെ കൊലമരത്തിൽ യേശു കർത്താവ് നമുക്കായി പുണ്യാഹ രക്തമൊഴുക്കിയത്. ആ രക്തത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇത് മാത്രം ഒരു നിമിഷം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി ഒരു കഥ പറഞ്ഞ് ഉപസംഹരിക്കാം. കഥ ഇഷ്ടമുണ്ടല്ല, 2-3 മിനിറ്റുകൾ കൂടി ഒരു കഥ കേൾക്കുക. കുഞ്ഞുങ്ങളും ഉണ്ടവരെ വഴക്ക് പറഞ്ഞ സ്ഥിതിക്കൊരു കഥ അവർക്ക് വേണ്ടി പറയാം. സന്തോഷമല്ലേ മക്കൾക്ക്? എന്നിട്ട് പ്രാർത്ഥിക്കാം. വിശ്വപ്രസിദ്ധനായ ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്നൊരു ഡ്രാമയുണ്ട്. ഈ മാക്ബത്ത് ധീരനായ ഒരു സൈനികനായിരുന്നു. ഇയാളുടെ ഭാര്യ ലേഡി മാക്ബത്ത്, നിങ്ങൾക്കറിയാം. ധീരനായ ഈ മാക്ബത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം രാജാവ് വിരുന്നിനെത്തി. ഭക്ഷിച്ചു, പാനം ചെയ്തു. എന്നിട്ട് രാജാവ് മാക്ബത്ത് രാജാവിനെ മാളിക മുറിയുടെ മുകളിൽ മനോഹരമായ കിടപ്പിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി. എന്നിട്ട് മാക്ബത്ത് പറഞ്ഞ, പ്രഭു, അങ്ങ് ശാന്തനായി ഉറങ്ങിക്കൊള്ളണം. അങ്ങയുടെ ഉറക്കത്തിൻ്റെ സ്വസ്ഥത കെടുത്താൻ ആരും ഇവിടെ വരില്ല. ഞാൻ വാളും കയ്യിലെന്തി ഈ മുറിക്ക് മുമ്പിൽ കാവൽ നിൽക്കും. മഹാരാജാവ് അദ്ദേഹത്തെ തട്ടിയിട്ട് പറഞ്ഞു, മാക്ബത്ത്, ഇത് നിൻ്റെ വീടാണ്. കൊട്ടാരത്തിൽ വന്ന് ശത്രു ആക്രമിച്ചാലും നിന്റെ പേരും ശബ്ദവും മുഴങ്ങിക്കേൾക്കുന്ന അന്തരീക്ഷമുള്ള ഈ വീട്ടിൽ വന്ന് നിന്റെ വാളിൻ്റെ വീര്യവും നിന്റെ കരുത്തും അറിയുന്ന ആരും ഈ പരിസരത്ത് വരില്ല. അതുകൊണ്ട് നീ ശാന്തനായി ഉറങ്ങിക്കൊള്ളൂ, പൊക്കോളൂ. രാജാവ് ഉറങ്ങാൻ കിടന്നു. മാക്ബത്ത് പടിയിറങ്ങി താഴേക്ക് വരുമ്പോൾ സ്വന്തം ഭാര്യ മുമ്പിൽ നിൽക്കുന്നു. മാക്ബത്തിൻ്റെ മുഖത്തെ ആ വിജയശീലാളിത ഭാവം കണ്ട് പത്നി ചോദിച്ചു, അങ്ങ് വലിയ സന്തോഷവാനാണല്ലോ, എന്തെറ്റി? അടി, 1000 അവാർഡുകളെക്കാൾ വിലമതിപ്പുള്ളൊരു വാക്കാ രാജാവ് എന്നെപ്പറ്റി പറഞ്ഞത്. മാക്ബത്ത്, നിൻ്റെ പേര് കേട്ടാൽ ശത്രു നടുങ്ങും. ഞാൻ കാവലൊന്നും നിൽക്കണ്ട, പൊക്കോ. ഓ, അങ്ങനെയോ? മാക്ബത്ത്, നീയാണോ കരുത്തൻ, നിൻ്റെ രാജാവാണോ? സംശയം വേണ്ട, എൻ്റെ രാജാവാണ് കരുത്തൻ. ഓ, അങ്ങനെയോ? മാക്ബത്ത്, ഞാനൊരു സംശയം ചോദിക്കട്ടെ, നിനക്ക് ഈ രാജാവിനോട് ഇഷ്ടമാണോ? അതെ. മാക്ബത്ത് വീണ്ടും ഒരു ചോദ്യം, നിനക്ക് എന്നോടാണോ രാജാവിനോടാണോ കൂടുതൽ ഇഷ്ടം?
സംശയിക്കേണ്ട, നിന്നോടാണ്. രാജാവിനോട് ഭക്തിയും ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഇഷ്ടം നീ എൻ്റെ ഹൃദയഭാജനമാണ്. ഓ, സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ എൻ്റെ സാധ്യമായൊരാവശ്യം നീ ചെയ്തു തരുമോ? ചെയ്യാം. കത്തിജ്വലിച്ചു നിൽക്കുന്ന അമ്പിളിമാമനെയും ഞാൻ നിൻ്റെ അരികിൽ കൊണ്ടെത്തിച്ചു തരാം. പറയൂ. അതൊന്നും വേണ്ട, ചെറിയൊരാവശ്യം പറയൂ. മാക്ബത്ത്, നീ എത്ര ഉയർച്ച കൈവരിച്ചാലും ഒരു സർവ്വസൈന്യാധിപൻ്റെ അപ്പുറത്ത് പോവില്ല. പക്ഷേ നീ ഒരു ദിവസം രാജാവാകണമെന്നും നിൻ്റെ അരികിൽ രാജ്ഞിയായി എനിക്ക് ഇരിക്കണമെന്നും ഒരാഗ്രഹം. നല്ലൊരു വഴിയുണ്ട് മാക്ബത്ത്. ഇന്ന് രാത്രി നീ രാജാവിനെ കൊല്ലണം. എന്ത് വിഡിത്തായി പറയുക? രാജാവിനെ കൊല്ലുകയോ? പ്രാണൻ തന്നെ സ്നേഹിക്കുന്ന എൻ്റെ രാജാവിനെയോ? അതൊന്നും സാധിക്കില്ല. മാക്ബത്ത്, എൻ്റെ പ്രണയം കാത്ത് നൂറുകണക്കിന് യുവാക്കളുണ്ടായിരിക്കെ നിന്നെ ഞാൻ സ്നേഹിച്ചത് എൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചു തരാനാ. സാധിക്കില്ലേ? പറയൂ, ഞാൻ പോവാം. അവൾ പാണ്ടക്കെട്ടുമെടുത്ത് പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ മാക്ബത്ത് പറഞ്ഞു, പോവല്ലേ, നീ എന്താ പറയുക? അവൾ പറഞ്ഞു, തിരിഞ്ഞു നിൽക്കാം. ഒറ്റത്തവണ മറുപടി പറയൂ. ഇന്ന് രാത്രി നീ രാജാവിനെ കൊല്ലണം, ഇല്ലെങ്കിൽ ഞാൻ പോകും. ഒടുക്കം പ്രലോഭനങ്ങൾക്ക് വശംവദനായി മാക്ബത്ത് സമ്മതിച്ചു. തയ്യാറാണ്, നീ പോവല്ലേ? അവൾ പുഞ്ചിരിച്ചടുത്ത് വന്ന ഒരു പുത്തൻ ഉടവാൾ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പിടിക്കൂ മാക്ബത്ത്. 1000ങ്ങളുടെ തല കൊയ്ത് നിനക്ക് ഈ രാജാവിനെ വധിക്കാൻ ബുദ്ധിമുട്ട് വരില്ല. പോകും. മാക്ബത്ത് പടി കടന്ന് മുകളിലെത്തി. കതകമെല്ലെ തുറന്നകത്തു നോക്കുമ്പോൾ തിരിതാഴ്ത്തിയ ശരറാന്തലിൻ്റെ നേരിയ വെളിച്ചത്തിൽ രാജാവിൻ്റെ മുഖം കണ്ടു. മാക്ബത്ത് ആകെ പരിക്ഷീണനായി ഉടവാൾ കയ്യിലിരുന്ന് വിറയ്ക്കുന്നു. പക്ഷെ ശക്തി സംഭരിച്ചു. ഒടുക്കം ഈ വാളൂരി മുകളിലേക്കൊന്ന് പിടിച്ചു. വിറയ്ക്കുന്നുണ്ട് കൈ. രാജാവിൻ്റെ ആ കഴുത്തിന് നേരെ ഇങ്ങനെ പിടിച്ചു കുത്തിയിറക്കം വരിക. കഴുത്തിലേക്ക് വാൾ മുട്ടിയപ്പോൾ രാജാവൊന്ന് പിടഞ്ഞു. കണ്ണൊന്ന് തുറന്നു. മാക്ബത്തിനെ കണ്ടു. എന്തിന് എന്ന അർത്ഥത്തിൽ ആ കണ്ണുകൾ ഒരു ചോദ്യശരം അയച്ചു വിട്ടു. മാക്ബത്ത് കണ്ണടച്ചു. ഈ ഖഡ്ഗം രാജാവിൻ്റെ കഴുത്തിൽ കുത്തി തലങ്ങും വിലങ്ങും ഒന്ന് വീശി. ആ നെഞ്ച് പിളർന്നു. ചുടുചോര പുറത്തു വന്നു. മരണം ഉറപ്പാക്കിയ മാക്ബത്ത് വാളൂരി പുറത്തേക്ക് ഇറങ്ങി വന്നു. പുറത്തിറങ്ങി വരുമ്പോൾ ഇതാ സുന്ദരിയായ തൻ്റെ ഭാര്യ ചിരിച്ചുകൊണ്ട് നിൽക്കുക. മാക്ബത്ത്, ഈ അസുലഭ സന്ദർഭം ഞാൻ ഒരുക്കിയതാ. ഞാൻ ആ രാജാവിനെ ക്ഷണിച്ചു വരുത്തിയത്. ഇത്തരമൊരു ചതിപ്രയോഗത്തിലൂടെ മാത്രമേ രാജാവിനെ കൊല്ലാനാവൂ. ഞാൻ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു. നാളെ നിന്റെ പട്ടാഭിഷേകം. ഈ നാടും നഗരവും ഉണരും. ആളുകൾ ആരവാരം മുഴക്കും. നിന്നെ ആദരവോടെ രാജസ്ഥാനത്തിരുത്തും. ഞാൻ നിന്റെ വലതുഭാഗത്തിരിക്കും. ആനന്ദത്തിൻ്റെ ദിവസങ്ങൾ ആരംഭിച്ചു. മാക്ബത്തിന് പക്ഷേ സന്തോഷമില്ല. അയാൾ അല്പം വെള്ളം വാങ്ങി കുടിച്ചു. എന്നിട്ട് കയ്യിലേക്ക് അബദ്ധവശാൽ നോക്കിയപ്പോൾ ഒരു തുള്ളി ചോര. മാക്ബത്ത് പറഞ്ഞു, കയ്യിൽ ഒരു തുള്ളി ചോര, ഇതൊന്ന് കഴുകണം, വെള്ളം കൊണ്ടുവരൂ. വെള്ളം കൊണ്ടുവന്നു. അവൾ കൈ കഴുകി. അയാൾ കൈ കഴുകി. കൈ കുടഞ്ഞിട്ട് നോക്കി. മാക്ബത്ത് പറഞ്ഞു, ചോരക്കറ പോയില്ല. അകത്ത് മൺകൂജയിൽ നിറച്ചു വെച്ച തണുപ്പേറിയ ജലം കൊണ്ടുവന്ന് എൻ്റെ കയ്യിലും തലയിലും ഒഴിക്കുക. കൈ കഴുകി. ചോരക്കറ പോകുന്നില്ല. തൊടിയിലെ കിണറ്റിലെ സ്വച്ഛ ശീതളമായ വെള്ളം കോരിക്കൊണ്ടുവന്ന് എൻ്റെ കയ്യിലൊഴിക്കുക. കൈ കഴുകി. ചോരക്കറ പോകുന്നില്ല. ഒടുക്കം മാക്ബത്ത് അലറി. ഇന്ന് രാത്രി കരുത്തന്മാരായ 7 പടയാളികൾ, അതിവേഗത്തിൽ കുതിരകളെ പായിക്കുന്ന 7 സൂതന്മാർ, അവർക്കൊപ്പം കുതിരപ്പുറത്ത് കയറട്ടെ. ആ പടയാളികൾ ഓരോരുത്തരും കൈകളിൽ വലിയ കുംഭം നിറക്കട്ടെ.
ആ കയ്യിലേന്തിയ കുടങ്ങളും എന്തിക്കൊണ്ട് ആർത്തലക്കുന്ന 7 കടലുകളിലേക്ക് പോകട്ടെ. 7 കടലുകളിൽ ചെന്നിട്ട് 7 കുടങ്ങളിൽ വെള്ളം നിറയ്ക്കട്ടെ. പദച്ചാർത്തുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന സാഗര തരംഗങ്ങൾക്കിടയിൽ നിന്ന് വെള്ളം കോരി നിറച്ച് ഈ കൽപാത്രങ്ങളുമായി അവർ തിരിച്ചു വരട്ടെ. തിരികെ വന്നു. ഓരോ കുടത്തിലെ വെള്ളവും ശിരസിലൊഴിച്ചു, കയ്യിലൊഴിച്ചു. കൈ കുടഞ്ഞു, ചോരക്കറ പോകുന്നില്ല. മാക്ബത്തിനെ കാലമൊരു ഭ്രാന്തനാക്കി. അയാളുടെ ഭാര്യയെ തുറുങ്കിലടച്ചു. അതൊരു കഥയാകാം. ഏവനിലെ രാപ്പാടിയുടെ മനോമുഖരത്തിൽ വിരിഞ്ഞ മനോഹര കഥ. പക്ഷെ ആ കഥയിൽ ഒരു ഭീകര സത്യം ഞങ്ങൾ കാണുന്നു. ഈ മാക്ബത്തൊരു സത്യമാണ്. ഈ കറ കഴുകാൻ കഴിയുന്ന ഒരൗഷധവും ലോകത്തില്ല. ഈ ചോരക്കറ കഴുകിക്കളയാൻ കഴിയുന്ന ഒരൗഷധവും ലോകത്തില്ല. മാക്ബത്തൊരു സത്യമായി ഈ ശബ്ദം കേൾക്കുന്നവർക്ക് നടുവിൽ വ്യാജമദ്യത്തിന്റെ രൂപത്തിൽ, കൊലപാതകത്തിന്റെ രൂപത്തിൽ, ആരും കണ്ടുപിടിക്കാത്ത രഹസ്യ പാപങ്ങളുടെ രൂപത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരായുണ്ടെങ്കിൽ ആരുണ്ട് ഈ പാപത്തെ കഴുകാനെന്ന നിന്റെ ഹൃദയാന്തർ ഭാഗത്തിലെ ആ ചോദ്യത്തിന്, ആ വിളിക്ക്, ആ ആകാംക്ഷയ്ക്ക് ഒറ്റ ഉത്തരം അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിനെ കരഗതമാക്കാത്ത ഒരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ രക്ഷ കരഗതമാക്കി നമുക്ക് ഒരേ സ്വരത്തിൽ ഉലകത്തെ മുഴുവൻ വരികയെന്ന ആത്മാവും മനവാട്ടിയും പറയുന്നത് ഞാൻ കേട്ടു എന്ന് വചനപ്രകാരം ഈ രക്ഷയിലേക്ക് ഇങ്ങനെ ആഹ്വാനം ചെയ്യാം. മറ്റൊരുവല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങൾക്ക് നിത്യജീവനെ വാഗ്ദത്തം ചെയ്ത അരുമരക്ഷകനായ യേശുക്രിസ്തുവിനെ ഒരിക്കൽ കൂടി ഈ ശബ്ദം കെട്ടവരുടെ മുമ്പിൽ ഉയർത്തിക്കൊണ്ട് അവങ്കിലേക്ക് ഏവരെയും ആകർഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വചനസൂക്ഷിയിൽ നിന്ന് പിൻവാങ്ങുന്നു. ദൈവം ഈ വചനങ്ങളാൽ ഏവരെ അനുഗ്രഹിക്കട്ടെ.